നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡയറക്ട് ടാക്സ് പഠിച്ചു, ഇൻഡയറക്ട് ടാക്സ് പഠിച്ചു, കസ്റ്റംസ് പഠിച്ചു. കസ്റ്റംസിന്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ലാസ്റ്റ് ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കറക്റ്റ് അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പ്രോബബ്ലി ഇന്നായിരിക്കും നമ്മുടെ കസ്റ്റംസിന്റെ ലാസ്റ്റ് ക്ലാസ്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കസ്റ്റംസ് ഫുള്ള് നമ്മൾ തീർക്കും. ഒരു ചാപ്റ്ററും കൂടി ഇനി പെൻഡിങ് ഇല്ലേ? അതുപോലെ ലാസ്റ്റ് ചാപ്റ്ററിനെ കുറച്ചും കൂടി പഠിക്കാനുണ്ടല്ലോ അല്ലേ? എല്ലാം നമുക്കിന്ന് പഠിക്കാം. കാരണം ചെറിയൊരു ചാപ്റ്ററാണ്. ചെറിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് കൊടുക്കേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. എന്നാലും അവർ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട്. നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാം. വിട്ടേക്ക്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം. ശരി, അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ഇന്നലെ പഠിച്ചത് റിവൈസ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട് ബാക്കി. അതുപോലെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ചെയ്യാൻ. ആ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഒരു കാര്യം സെപ്പറേറ്റ് പഠിക്കണമെന്ന് പറഞ്ഞു. ശരി, അത് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താ? ഇമ്പോർട്ടേഷനും എക്സ്പോർട്ടേഷനും മെയിൻലി പറയുകയാണെങ്കിൽ റേറ്റ് അല്ലേ? റേറ്റ് അല്ല, നമ്മുടെ വാല്യുവേഷൻ. എന്താണ് വാല്യുവേഷൻ? റേറ്റ്സ് നമ്മൾ അതിനേക്കാൾ മുന്നേ പഠിച്ചതാ. അത് റിവൈസ് ചെയ്തപ്പോൾ ഒന്നുമില്ല. ആകെ 3-5 റേറ്റുകൾ മാത്രമാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കംപ്ലീറ്റ് വാല്യുവേഷനാണ്. മെയിൻലി പറയുകയാണെങ്കിൽ വാല്യുവേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് 14 സബ്സെക്ഷൻ 1 പറയുന്ന എല്ലാ ഗുഡ്സുകൾക്കും ട്രാൻസാക്ഷൻ വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് ട്രാൻസാക്ഷൻ വാല്യൂവിനെ തന്നെ നമുക്ക് കസ്റ്റംസിന്റെ ആക്സസബിൾ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് കണ്ടീഷൻ? മെയിൻലി പറയുകയാണെങ്കിൽ ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യണം. അടുത്തത് നോൺ റിലേറ്റഡ് പാർട്ടി ആയിരിക്കണം. അത് റിലേറ്റഡ് ആവാൻ പാടില്ല സപ്ലയറും റെസിപ്പിയന്റും. അതുപോലെ കൺസിഡറേഷൻ സോൾ കൺസിഡറേഷൻ ആയിരിക്കണം. വേറെ കൺസിഡറേഷൻസ് ഒന്നും ഉണ്ടാവാനായിട്ടും പാടില്ല. കറക്റ്റ് അല്ലേ? പിന്നെ നമ്മൾ കുറേ എക്സ്ട്രാ കുറേ കണ്ടീഷൻസ് ഒക്കെ പഠിച്ചു അല്ലേ? മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ റൂൾ 11 പറയാണ്, ഈ സാധനം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പ്രയറായിട്ട് നേരത്തെ കൂട്ടി തന്നെ കുറച്ച് ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ പഠിച്ചോളൂ. ശരി, ഇന്ന് നമുക്കതെല്ലാം ഇന്റർ കണക്ട് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എല്ലാം കൂടി ഇന്റർ കണക്ട് ചെയ്ത് പഠിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ശരി, എന്താ പറഞ്ഞേ? നമ്മൾ ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യേണ്ടി വരും. ഗുഡ്സിന്റെ ഡീറ്റെയിൽസും അങ്ങനെ കുറേ സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യേണ്ടി വരും പ്രയറായിട്ട്. ശരി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അസിസ്റ്റിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചു. ശരി, മെയിൻലി നമ്മൾ ഇതാണ് പഠിച്ചത്. ഇതിൽ എക്സ്പോർട്ടും സെയിം തന്നെ അല്ലേ? സെയിം. എന്താ പറയുക? ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യണം. അതുപോലെ റിലേറ്റഡ് പേഴ്സൺ ആവാൻ പാടില്ല. ഗുഡ്സ് സോൾ കൺസിഡറേഷൻ ആയിരിക്കണം നമ്മുടെ പ്രൈസ്. ശരി, അത് കഴിഞ്ഞിട്ട് നമ്മൾ വാല്യുവേഷൻ റൂൾസ് പഠിച്ചു. വാല്യുവേഷൻ റൂൾസിൽ ഫസ്റ്റ് പറയുന്ന പ്രൈമറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെയിം. നമ്മുടെ ഈ വാല്യുവേഷൻ ട്രാൻസാക്ഷൻ വാല്യൂനെ നമുക്ക് വാല്യൂ സപ്ലൈ ട്രീറ്റ് ചെയ്യാം. രണ്ടാമത്തത് കുറേ എക്സ്ട്രാ മെത്തേഡ്സ് ആണ്. നമ്മളത് പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കാം. ശരി, ഇതിൽ പ്രൈമറി മെത്തേഡിൽ നമ്മൾ പിന്നെയും കുറേ റൂൾസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? റൂൾ 1 സിമ്പിൾ ആണ്, ജസ്റ്റ് ഒരു ടൈറ്റിലാണ്. റൂൾ 2 എന്ന് പറഞ്ഞാൽ കുറേ ഡെഫിനിഷൻസ് ആണ്. റിലേറ്റഡ് പാർട്ടി ആരാണ്, ട്രാൻസാക്ഷൻ വാല്യൂ എന്താണ്, കമ്പ്യൂട്ടഡ് വാല്യൂ എന്താണ്, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. നമ്മളതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ശരി, അത് കഴിഞ്ഞ് റൂൾ 3 കുറേ ഐറ്റംസ് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് വല്ലതും പറയാനുണ്ടോ? മെയിൻലി എന്താ പറയുക, പ്രത്യേകിച്ച് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, കണ്ടീഷണൽ ആവാൻ പാടില്ല, കംപ്ലീറ്റ്ലി കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിലായിരിക്കണം നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് അല്ലെ? സബ്സിക്വന്റ് കൺസിഡറേഷൻ, നമ്മൾ അത് സാധനം സെയിൽ ചെയ്തിട്ട് അതിന്റെ കൺസിഡറേഷൻ വീണ്ടും നമ്മുടെ എക്സ്പോർട്ടർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൺസിഡറേഷൻ കൂടി നമ്മുടെ വാല്യൂ സപ്ലൈയോടൊപ്പം ട്രീറ്റ് ചെയ്യണം. റിലേറ്റഡ് പേഴ്സൺ ആവാൻ പാടില്ല. റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിലും കുഴപ്പമില്ല. എന്താ ആ റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്ന, അതായത് സപ്ലയറും റെസിപ്പിയന്റ് റിലേറ്റഡ് ആണ്, പക്ഷേ പ്രൈസിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, നമ്മുടെ ആ ട്രാൻസാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ ആസ് പെർ നമ്മുടെ റൂൾ സിമിലർ വാല്യൂ ആണ് വരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ശരി, അടുത്ത റൂൾ 10 പഠിക്കണമെന്ന് പറഞ്ഞാൽ റൂൾ 10 കുറേ ഇൻക്ലൂസീവ് എന്നാ പറഞ്ഞു. ഇൻക്ലൂസീവ് എന്താ പറയുന്നത്? സിമ്പിളാ. അതായത് കുറേ കഥ പോലെ നമ്മൾ പഠിച്ചതാ. ആദ്യമേ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൈസിനെ നമ്മൾ എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് വിളിക്കും. അതിനോടൊപ്പം ക്യാരേജ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കുറേ എക്സ്പെൻസുകൾ നമ്മൾ ചാർജ് ചെയ്യും. എവിടം വരെ? നമ്മുടെ എക്സ്പോർട്ടറിന്റെ, അതായത് സാധനം നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആ മറ്റേ ആളാരാ? എക്സ്പോർട്ടറാണ്, നമ്മളാണ് ഇമ്പോർട്ടർ. ആ എക്സ്പോർട്ടിന്റെ രാജ്യത്തിലെ ക്യാരേജ്, ഫ്ലൈറ്റ്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്യണം. അപ്പോൾ റൂൾ 10 കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ കൂടി നിങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്യണം. മെയിൻലി കമ്മീഷൻ ആഡ് ചെയ്യണം. പക്ഷേ ബൈങ് കമ്മീഷൻ ആഡ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ശരി, പാക്കേജിങ് എക്സ്പെൻസുകളെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഡ്യൂറബിൾ അല്ലെങ്കിൽ റിട്ടേണബിൾ ഐറ്റംസ് ആഡ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതുപോലെ എഞ്ചിനീയറിംഗ് വർക്ക്സ് എല്ലാം ആഡ് ചെയ്യണം. എഞ്ചിനീയറിംഗ് ഡെവലപ്മെന്റ്, സ്കെച്ചിങ്, ആർക്കിടെക്ചറൽ വർക്ക്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ അത് പെയ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ആഡ് ചെയ്യാൻ പാടില്ല. ശരി, റോയൽറ്റി, ലൈസൻസ് ഫീസ് എല്ലാം ആഡ് ചെയ്യണം. ഇനി സബ്സിക്വന്റ് കൺസിഡറേഷൻ നമ്മൾ നമ്മുടെ എക്സ്പോർട്ടർക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി ആഡ് ചെയ്യണം അല്ലെ? നമ്മൾ പറഞ്ഞല്ലേ 1 കോടിയാണ് ട്രാൻസാക്ഷൻ, ഇപ്പൊ 75 ലക്ഷം കാണിക്കാം, സാധനം വിട്ട് 25 ലക്ഷം ഞാൻ നിനക്ക് തരാം എന്ന് പറയുകയാണെങ്കിൽ 25 ലക്ഷത്തിനെ കൂടി നമ്മുടെ FOBയോടൊപ്പം ആഡ് ചെയ്യണം. ശരി, പിന്നെന്താ പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും സാധനം തരുന്നുണ്ട്. ഇപ്പോൾ 1 കോടിയുടെ സാധനമാണ് തരുന്നത്, 75ന്റെ ബില്ല് എഴുതി ബാക്കി 25 ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 1 crore നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ 75 lakhsനോടൊപ്പം പ്ലസ് ഫ്രീ ആയിട്ട് തന്ന സാധനത്തിന്റെ വാല്യൂ കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇപ്പൊ എന്താ വിളിക്കുന്നത്? അതിനെ FOB എന്ന് വിളിക്കും. എന്ത് വിളിക്കും? FOB എന്ന് വിളിക്കും. ഫ്രീ ഓൺ ബോർഡ്. എന്ത് വിളിക്കും? ഫ്രീ ഓൺ ബോർഡ് വാല്യൂ ആസ് പെർ കസ്റ്റംസ്. ഫ്രീ ഓൺ ബോർഡ് വാല്യൂ ആസ് പെർ കസ്റ്റംസ്. ഈ ആദ്യത്തെ ഫ്രീ ഓൺ ബോർഡ് എന്താ? ആസ് പെർ എക്സ്പോർട്ടർ. ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കിടെ ഫ്രീ ഓൺ ബോർഡ് ആയിരിക്കും ഇത്. അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന കമ്മീഷനും ഈ പറഞ്ഞ എക്സ്പെൻസുകളെല്ലാം ഇമ്പോർട്ടന്റ് എക്സ്പെൻസുകളാണ്. പിടിയോ? അതൊക്കെ നമ്മുടെ ആസ് പെർ കസ്റ്റംസിൽ ഫ്രീ ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ വാല്യൂ ആണ്. ശരി, ഫ്രീ ഓൺ ബോർഡിനൊപ്പം മെയിൻലി 2 എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? CIF കിട്ടും. ആ പേരിനകത്തുണ്ട് C.
കോസ്റ്റ്, അതാണ് നമ്മുടെ ഫ്രീ ഓൺ ബോർഡ്. ഇൻഷുറൻസ്. അടുത്തത് ഫ്രൈറ്റ്. സിമ്പിൾ അല്ലേ? ശരി, ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എയർ ഫ്ലൈറ്റും വരാം, ലാൻഡ് ഫ്ലൈറ്റും വരാം. നമ്മൾ ഇതിൽ പഠിച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഞാൻ വീണ്ടും ചോദിക്കേ, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാം? എയറിലൂടെയും വരാം, സീയിലൂടെയും വരാം. ഇനി എയറിലൂടെയാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ആക്ച്വൽ എമൗണ്ട് തന്നിട്ടുണ്ട്, നമ്മൾ നോക്കണം അത് 20% എന്ന് നോക്കണം. 20% ആണെങ്കിൽ, അതിനേക്കാൾ താഴെയുള്ള എമൗണ്ട് ആണെങ്കിൽ ആക്ച്വൽ എമൗണ്ട് എടുക്കാം, അതിനേക്കാളും ഹയർ എമൗണ്ട് ആണെങ്കിൽ ആ 20% എമൗണ്ട് ആണ് എടുക്കേണ്ടത്. ശരി, സീയിലൂടെയാണ് തന്നിരിക്കുന്നത്, സീയിലൂടെയാണ് വരുന്നത്. ഒരു ആക്ച്വൽ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 20% എടുക്കാം, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 20% എടുക്കാം. സെയിം. ഇനി അതേ സെയിം തന്നെയാണ് ഇത് ഇൻഷുറൻസ്. എന്ത് പ്രത്യേകിച്ചൊന്നുമില്ല. തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള എമൗണ്ട് എടുക്കുക, തന്നിട്ടില്ലെങ്കിൽ 1.125% ഓഫ് FOB, 1.125% ഓഫ് FOB. സിമ്പിൾ അല്ലേ? ഇനി അതിനിടയ്ക്ക് ചിലപ്പോൾ ഷിപ്പ് ഡെമറേജ് ചാർജസ് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ലൈറ്റ് റേറ്റ് ചാർജസ് വരാം, ബാർക്ക് ചാർജസ് ഒക്കെ വേണമെങ്കിൽ വരാം. എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെയും കൂടി ആഡ് ചെയ്യാം. ഈ എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്സ്പോർട്ടിന്റെ പോർട്ടിൽ നിന്നും നമ്മുടെ പോർട്ട് വരെ എത്താനായിട്ടുള്ള ഫ്രൈറ്റും ഇൻഷുറൻസും ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോർട്ടിൽ എത്തുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ചാർജാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഷിപ്പ് ഡെമറേജ് ചാർജസും ലൈറ്റ് റേറ്റ് ചാർജസും ഒക്കെ. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ക്വസ്റ്റിനകത്തും ഫ്രൈറ്റും ഇൻഷുറൻസും വരും. ഫ്രൈറ്റും ഇൻഷുറൻസും തരാം, തരാതിരിക്കാം. തരാതിരുന്നു കഴിഞ്ഞാൽ, അതായത് ഒന്നും തന്നിട്ടില്ല, ഫ്രൈറ്റിന് ഇൻഷുറൻസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കണം ഏത് പെർസെൻറ്റേജ്? 20%, 125%. ഓക്കെ അല്ലേ? അതിൽ ഫ്രൈറ്റിന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുക, എയറിലൂടെയും വരാം, സീയിലൂടെയും വരാം. ഇത് എയറിലൂടെ ആണെങ്കിൽ മാക്സിമം 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന എമൗണ്ട് 20%-നേക്കാളും കൂടുതലാണെങ്കിൽ 20% എടുക്കുക. ഇതാണ് അതിലെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിലെ മെയിൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യമാണ് അല്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇവിടെ എഴുതിയിരിക്കുന്ന സാധനം എന്താ? അതായത് നമുക്കറിയാം, നമ്മുടെ FOBയോടൊപ്പം ഫ്രൈറ്റും ഇൻഷുറൻസും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് CAF കിട്ടുന്നത്. ചിലപ്പോൾ വാല്യൂ ഒരുമിച്ചായിരിക്കും തന്നേക്കുന്നത്. ഫ്രൈറ്റും FOB ഒരുമിച്ച് തരും, ഇൻഷുറൻസ് കണ്ടുപിടിക്കണം. സിമ്പിൾ. ആ തന്നേക്കുന്ന പെർസെൻറ്റേജിന്റെ മറ്റേ പെർസെൻറ്റേജ് ഇട്ട് കൊടുത്താൽ മതി, ആ തന്നേക്കുന്ന എമൗണ്ടിന്റെ പെർസെൻറ്റേജ് ഇട്ട് കൊടുത്താൽ മതി. കാരണം നിങ്ങൾ സെപ്പറേറ്റ് ബാക്ക് വർക്ക് ഒന്നും ചെയ്ത് പോകേണ്ട കാര്യം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിപാടി കഴിഞ്ഞു. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. കറക്റ്റല്ലേ? ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ നേരെ ചാടാൻ പോണ അടുത്ത ചാപ്റ്ററിലേക്കാണ്. എങ്ങോട്ടേക്ക് ചാടാൻ പോണ? അടുത്ത ചാപ്റ്ററിൽ. കാരണം ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ പറയുന്ന കാര്യം കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത ചാപ്റ്റർ, നമ്മുടെ ചാപ്റ്റർ നമ്പർ 6.4, കമ്പ്യൂട്ടേഷൻ ഓഫ് അസസബിൾ വാല്യൂ ഓഫ് ആൻഡ് ഡ്യൂട്ടീസ്. അതായത് അസസബിൾ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഡ്യൂട്ടി എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് ഈ ചാപ്റ്ററിലാണ് പറയുന്നത്. ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ അസസബിൾ വാല്യൂ എന്താണെന്ന് പഠിച്ചു. അതായത് 6.3-ൽ 6.2-ൽ എന്തൊക്കെയാണ് ഡ്യൂട്ടീസും പഠിച്ചു, 6.1-ൽ ബേസിക്സും പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിലാണ് നമ്മൾ ആക്ച്വലി ഈ അസസബിൾ വാല്യൂനെയും ഡ്യൂട്ടീസിനെയും കൂടി തമ്മിൽ ഇന്റർലിങ്ക് ചെയ്ത് ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പോകണമെന്ന് ഇതിനകത്ത് പഠിക്കാനൊന്നുമില്ല. അസസബിൾ വാല്യൂ ഉണ്ട്, റേറ്റ് ഉണ്ട്, രണ്ടും കൂടെ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാക്സ് കിട്ടും. അത്രേ ഉള്ളൂ. ശരി, അതിന് മുന്നേ ശ്രദ്ധിച്ചോ, നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും മൾട്ടിപ്പിൾ റേറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. എന്ത് വരാനുണ്ട്? മൾട്ടിപ്പിൾ റേറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ല? നിങ്ങൾ ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ ചെയ്തത് നിർത്താനുള്ള കാരണം അതായിരുന്നു. നമ്മൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തു നിന്നാണ് ഗുഡ്സ് വാങ്ങുന്നത്, കറക്റ്റ് അല്ലേ? അവിടെ ചെന്ന് ഇന്ത്യൻ കറൻസി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ ചിലപ്പോൾ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള കറൻസി ആയിരിക്കും കൊടുക്കുക. ശരി, മെയിൻലി പറയുകയാണെങ്കിൽ ഇത്രയും കാലം നമ്മൾ പെട്രോൾ വാങ്ങിയിരുന്ന ഡോളർ വെച്ചിട്ടാണ് അല്ലേ? ഇപ്പൊ ഡോളർ മാറ്റിയിട്ട് പകരം ഇന്ത്യൻ കറൻസി വെച്ചിട്ട് നമ്മൾ പെട്രോൾ വാങ്ങുന്നുണ്ട്. അതുപോലെ കുറച്ച് രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട്, ബോക്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കറൻസി രൂപീകരിക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് GCC കൺട്രീസിലേക്ക് പൈസ അയക്കാൻ UPI യൂസ് ചെയ്ത് അയക്കാൻ പറ്റും. അതിനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, പോട്ടെ. എന്നാലും മെയിൻലി നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് ഗുഡ്സ് വാങ്ങി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവിടെ പേയ്മെന്റ് നടത്തുന്നത് എപ്പോഴായിരിക്കും? മറ്റേതെങ്കിലും രാജ്യത്തെ ആയിരിക്കും അല്ലെ? മറ്റേതെങ്കിലും രാജ്യത്തെ കറൻസിയിലായിരിക്കും നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത്. ഇപ്പോൾ ചൈനയിലാണെങ്കിൽ നമ്മൾ yen വെച്ചിട്ടായിരിക്കും പേയ്മെന്റ് നടത്തുക. yen ആണ് അവരുടെ കറൻസി. അതുപോലെ സിംഗപ്പൂരിലെ മാൽദീവ്സിലെ കറൻസിയുടെ പേരാണ് റുഫിയ ആണ് അവരുടെ കറൻസിയുടെ പേര്. അതുപോലെ മലേഷ്യയിലെ കറൻസിയുടെ പേര് റുപ്പി എന്ന് തന്നെയാണ്, പക്ഷെ നമ്മുടെ ഇന്ത്യൻ റുപ്പി അല്ല, വേറെ. അതുപോലെ നേപ്പാളിലും റുപ്പി എന്ന് തന്നെയാണ് കറൻസിയുടെ പേര്. സിംഗപ്പൂർ ഡോളേഴ്സ് ആണ്. അങ്ങനെ പല രാജ്യങ്ങൾക്കും പല കറൻസി ഉണ്ട്. നമ്മൾ അതാത് കറൻസി കൊടുത്തിട്ടായിരിക്കും അത് ആ സ്ഥലങ്ങളിൽ നിന്ന് സാധനം മേടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ സാധനം വാങ്ങാനായിട്ടുള്ള കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഒരു റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡോളറിലാണ് നമ്മൾ സാധനം മേടിക്കുന്നത് വെച്ചോ. ഡോളറിന് ഇപ്പോൾ കറന്റ് ഉള്ള റേറ്റ് ഇപ്പോൾ നമ്മൾ നെറ്റിൽ നോക്കിയേക്കാണ് 84. പക്ഷേ ബാങ്കിൽ വിളിച്ചു വെച്ചാൽ പറയാം, അവർ പറയും 86 എന്ന് പറയും. എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ചു വെച്ചാൽ പറയാം, അവർ പറയും 83 എന്ന് പറയും. RBI റേറ്റ് കൊണ്ടുവരും, അത് പറയും 84 എന്ന് പറയും. പിടിക്കോ? പലയിടത്തും പല റേറ്റുകളായിരിക്കും ഉണ്ടാവുക. പിടിക്കോ? ഇനി അതുപോലെ ഡേറ്റിലും ക്ലാഷുകൾ ഉണ്ടാവും. അത് നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു റേറ്റ്, സാധനം വാങ്ങിയപ്പോൾ ഒരു റേറ്റ്, നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം വരെ എത്തിയപ്പോൾ ഒരു റേറ്റ്, അവിടുന്ന് കപ്പലിൽ കയറി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഒരു റേറ്റ്, നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തപ്പോൾ മറ്റൊരു റേറ്റ്.
നമ്മൾ ഹോം കൺസംഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ മറ്റൊരു റേറ്റ്. അപ്പോൾ പല ദിവസങ്ങളിലും പല റേറ്റ് ആയിരിക്കും വരിക. കാരണം ഈ റേറ്റ് മാറി തിരിഞ്ഞും വ്യത്യസ്തമായ ഡേറ്റുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോണത് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഏത് ദിവസത്തെ റേറ്റ് ആണ് എടുക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം. ഏത് ദിവസം, കാരണം പല പല ഡേറ്റുകളിൽ പല പല റേറ്റ് ആണ്. അപ്പോൾ ഏത് ദിവസത്തെ ഡേറ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2 ക്വസ്റ്റൻ ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം ഏത് ദിവസത്തെ ഡേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്, റേറ്റ് ആണ് എടുക്കേണ്ടത് ഒന്ന്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ഏത് റേറ്റാണ് എടുക്കേണ്ടത്. ഏത് റേറ്റ്, അതായത് ബാങ്കുകൾ പറയുന്ന ഒരു റേറ്റ് കാണും, ഇന്റർ ബാങ്ക് റേറ്റുകൾ കാണും. അടുത്തത് RBI നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന ഒരു റേറ്റ് കാണും. മൂന്നാമത്തെ നമ്മുടെ CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് പറയുന്ന മറ്റൊരു റേറ്റ് കാണും. അപ്പോൾ ഇതിൽ ഏത് റേറ്റ് ആണ് എടുക്കേണ്ടത് എന്നൊരു ചോദ്യം. ഏത് ദിവസത്തെ റേറ്റ് എടുക്കണം. ഇനി ദിവസം ഫിക്സ് ആയി കഴിഞ്ഞാൽ ഏത് റേറ്റ് എടുക്കണം. RBI എടുക്കണോ, CBIC എടുക്കണോ, അത് ഇന്റർ ബാങ്ക് റേറ്റ് എടുക്കണോ, അത് വേറെ ആരെങ്കിലും പറയുന്ന റേറ്റ് എടുക്കണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഗൂഗിൾ അമ്മച്ചി പറയുന്ന റേറ്റ് എടുക്കണോ. ഇതാണ് നമ്മുടെ മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ചാപ്റ്ററിൽ സെക്ഷൻ 15 എന്ന് പറയുന്ന ഇമ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ റേറ്റ്, സെക്ഷൻ 60 എന്ന് പറയുന്ന എക്സ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ റേറ്റ്, ഈ ഒരു ഫുൾ കംപ്ലീറ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള നിങ്ങളുടെ ഈ പറഞ്ഞ 16ഉം 15ഉം ഈ ഒരു ടേബിളിൽ തന്നെ കിടപ്പുണ്ട്. ഈ ഒരു ടേബിളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ടേബിൾ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ചും കൂടി കഥ കേൾക്കാനുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി കഥ കേൾക്കാനായിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? ഈ കഥയിൽ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളെയും ഇന്റർലിങ്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ കാര്യങ്ങളും ഇന്റർലിങ്ക് ചെയ്ത് പറഞ്ഞുതരാം. കഥ കേട്ടോ. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രാജ്യം പറ. നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടേഷൻ ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ലാഭകരമായിട്ട് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മെയിൻലി ചൈന. ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനം ഇന്ത്യയിലേക്ക് വരുന്നത്. അത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, പാർട്സ് ആയിക്കോട്ടെ. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ ചുറ്റിനും ഇരിക്കുന്ന സാധനങ്ങൾ, അത് അടുക്കളയിൽ ഉപയോഗിക്കുന്നതായാലും, ബെഡ്റൂമിൽ ഉപയോഗിക്കുന്നതായാലും, ബാത്റൂമിൽ ഉപയോഗിക്കുന്നതായാലും, കിച്ചണിൽ ഉപയോഗിക്കുന്നതായാലും, നിങ്ങൾ പഠിക്കുന്നതായാലും മെജോറിറ്റി സാധനം വരുന്നത് ഇവിടുന്ന് ചൈനയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ പെന്ന് മെയ്ഡ് ഇൻ ചൈനയാണ്. ഈ ടാബ്ലറ്റ് മെയ്ഡ് ഇൻ ചൈനയാണ്. കീബോർഡ് മെയ്ഡ് ഇൻ ചൈനയാണ്. ലാപ്ടോപ്പ് ലെനോവോ കംപ്ലീറ്റ്ലി ചൈനയാണ്. റിയൽമി കംപ്ലീറ്റ്ലി ചൈനയാണ്. അങ്ങനെയുള്ള മെജോറിറ്റി സാധനങ്ങളും ചൈന. കാരണം ചൈന എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. അത് ഇലക്ട്രോണിക്സിൻ്റെ ആയാലും ബാക്കിയുള്ള കുറേ സാധനങ്ങളിലായാലും. ഈ ചൈനയിൽ ഒരു വലിയ ഒരു ഫെസ്റ്റ് നടക്കാറുണ്ട്. ഈ അവരുടെ രാജ്യത്തു നിന്ന് സാധനം എക്സ്പോർട്ട് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട്, അതായത് വൈഡ് വെറൈറ്റീസ് ഓഫ്, നമ്മൾ ഈ മേളകൾ എക്സിബിഷൻസ് ഒക്കെ നടക്കത്തില്ലേ, അങ്ങനെ ഒരു സെഗ്മെന്റ് ആയിട്ട് കുറേ ദിവസങ്ങളിൽ ഇന്ന കൈൻഡ് ഓഫ് കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് അവിടെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, ക്രോക്കറി ഐറ്റംസ് ഉണ്ട്, നമ്മുടെ ഈ ഡിസൈനർ ഐറ്റംസ് ഉണ്ട്, ക്ലോത്തിങ്സ് ഉണ്ട്, ഇലക്ട്രോണിക് ഐറ്റം, അങ്ങനെ കുറേ വെറൈറ്റി പല ദിവസങ്ങളായിട്ട് നടക്കും. ലോകരാജ്യങ്ങളിലുള്ള പല ആൾക്കാരും അവിടെ വരും. ഇവർ ഈ പറഞ്ഞ സാധനം മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളും ചൈനയെ തന്നെ പിടിക്കാം. കാരണം പ്രാക്ടിക്കലി സംസാരിക്കുകയാണെങ്കിൽ പറയാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ചൈന. പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ചൈന. പക്ഷേ ചൈന ഇന്ത്യയും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം വെച്ച് നോക്കുകയാണെങ്കിൽ ചൈന അത്ര നല്ലതൊന്നുമല്ല. കാരണം കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചൈനക്കാർ നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. മെയിൻലി പറയുകയാണെങ്കിൽ ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് കുറേ, ഈ ഫൈനാൻഷ്യൽ ലോൺ തരുന്ന കുറേ ആപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ മെയിൻ ഹബ്ബാണ് ഈ പറഞ്ഞ ചൈന. അവർ എത്ര എമൗണ്ട് ആണെന്നറിയോ ഇന്ത്യയിൽ നിന്ന് ഈ പറഞ്ഞ ഇല്ലീഗൽ പരിപാടികൾ ചെയ്തിട്ട് അടിച്ചുകൊണ്ട് പോകുന്നത്. അതിൻ്റെയൊക്കെ മെയിൻ ഹബ്ബ് ചൈനീസ് ആപ്ലിക്കേഷൻസാണ്. കുറേ ചൈനീസ് ആപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടില്ലേ, നമ്മുടെ പഴയ ടിക്ടോക്ക് ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ പറഞ്ഞേ, എന്നാലും നമ്മൾ സാധനങ്ങൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടുന്ന, ചൈനയിൽ നിന്ന്. അപ്പം നമ്മുടെ ഇന്ത്യ ഇവിടെ കിടക്കണം. ഇവിടെ കിടക്കുക ഇവിടെ കിടക്കല്ലേ. സത്യം പറഞ്ഞാൽ ചൈന ഇന്ത്യയുടെ ഒരു മുകളിലായിട്ടാണ് വരിക. എന്നാലും ഇപ്പം ഞാൻ ചുമ്മാ വെറുതെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ വരികയാണേ, നമ്മുടെ ചൈന ഇന്ത്യ. ശരി, നമ്മൾ എന്ത് ചെയ്യാണ്, ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനം എന്ത് ചെയ്യാണ്, ഇമ്പോർട്ട് ചെയ്യാണ്. സംശയമുണ്ടോ? ഇല്ല, ഇമ്പോർട്ട് ചെയ്യല്ലേ. ശരി, അപ്പൊ ചൈനയെ നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ടർ എന്ന് വിളിക്കാം. ചൈന നമുക്ക് എന്ത് വിളിക്കാം, എക്സ്പോർട്ടർ. ഇന്ത്യയിലുള്ള ആളെയാണ് നമുക്ക് ഇമ്പോർട്ടർ എന്ന് വിളിക്കാൻ പറ്റുക. എന്ത് വിളിക്കാം, ഇമ്പോർട്ടർ എന്ന് വിളിക്കാം. സംശയമുണ്ടോ? ഇല്ല. നമുക്ക് ഈ പറഞ്ഞ ചൈനയിലെ സാധനം എങ്ങനെ മേടിക്കാം? ഒന്നെങ്കിൽ നമുക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി മേടിക്കാം, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഏജന്റോ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് കൊട്ടേഷൻ അയച്ചാൽ ഈ സാധനങ്ങൾ ഇപ്പോൾ വീട്ടിലെത്തും. ആയിക്കോട്ടെ. ഇനി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ടുകളൊക്കെ നമുക്കറിയാമേ. വേണമെങ്കിൽ അതിനെപ്പറ്റിയും കൂടി ഒന്ന് സംസാരിച്ചാൽ നമുക്കറിയാം. എക്സ് ഫാക്ടറി പ്രൈസ്, ഈ ചൈനയുടെ ഫാക്ടറിയിൽ നിന്ന് പോർട്ട് വരത്തുള്ള ഫ്ലൈറ്റ്, കാരേജ്, ട്രാൻസ്പോർട്ട് എക്സ്പെൻസ്, ഇനി ഡിസൈനിങ് ചാർജസ് ഉണ്ടെങ്കിൽ അത്, പാക്കിംഗ് ചാർജസ് ഉണ്ടെങ്കിൽ അത്, ഈ ലൈസൻസ് ഫീ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ ചാർജസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, FOB കിട്ടും. ഈ FOB ആയിരിക്കും, FOB വരെയുള്ള കൺട്രോളേ ആർക്കുള്ളൂ, നമ്മുടെ എക്സ്പോർട്ടർക്കുള്ളൂ അല്ലെ. FOB കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കണ്ടെയ്നറിൽ നിന്ന് കയറ്റിയിട്ട് ഇന്ത്യ വരെ പോർട്ട് വരെ വരുന്നുള്ള ഫ്ലൈറ്റും ഇൻഷുറൻസും ഒക്കെ നമ്മളാണ് ബെയർ ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഡമറി ചാർജോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാണ് ചെയ്യേണ്ടത്. കറക്റ്റല്ലേ? അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ചൈനയിൽ നമ്മൾ സാധനം വാങ്ങി, ചൈനയിൽ നമ്മൾ നമ്മുടെ എക്സ്പോർട്ടർ സാധനം വാങ്ങി. ശരി, ഇതെങ്ങനെയൊക്കെ ഇന്ത്യയിൽ അയക്കാം? ഒന്നെങ്കിൽ നമുക്ക് എയറിലൂടെ അയക്കാം. എങ്ങനെ അയക്കാം? എയറിലൂടെ അയക്കാം. ശരി, മച്ച് ഫാസ്റ്റർ ആണ്, പക്ഷേ ലിറ്റിൽ മോർ എക്സ്പെൻസീവ് ആണ്. അടുത്തില്ലെങ്കിൽ ഷിപ്പിലൂടെ അയക്കാം. ഷിപ്പല്ല, നമ്മുടെ കസ്റ്റംസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഷിപ്പ് നമ്മൾ പറയില്ല, പകരം എന്ത് പറയും, വെസൽ എന്ന് പറയും.
എന്ത് പറയും? വെസൽ എന്ന് പറയും. മെയിൻലി 2 മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. റോഡ് മാർഗ്ഗമൊന്നും ചൈനയിൽ നിന്ന് സാധനം വരുന്നില്ല. മെയിൻലി എയറിലൂടെയും വെസലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ടും ഇമ്പോർട്ടും മെയിൻലി നടത്തുന്നത്. കറക്റ്റ് അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ സാധനം അയക്കാനായിട്ടുള്ള ഒരു കമ്പനിയെ കണ്ടുപിടിക്കണം. സാധനം അയക്കാനായിട്ടുള്ള ആരെ കണ്ടുപിടിക്കണം? ഒരു കമ്പനിയെ കണ്ടുപിടിക്കണം. ശരി, നമുക്കൊരു വലിയൊരു ഷിപ്പ് കണ്ട, ഇത് ഷിപ്പാണെന്ന് തൽക്കാലം സങ്കല്പിച്ചോ. എൻ്റെ അസാമാന്യമായ ഡ്രോയിങ് സ്കില്ലിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഷിപ്പായിട്ട് തോന്നൂല, പക്ഷെ ഇത് ഷിപ്പാണ്. ഇത് വേറെ വല്ലതായിട്ട് ഒന്നും തോന്നുന്നില്ല, കുഴപ്പമില്ല. അതായത് ഷിപ്പിന്റെ മുകളിൽ കൂടെ പുക പോണതാ. വലിയ ഷിപ്പ്. അതാണ്ട് ഷിപ്പിന് ജനലൊക്കെ ഉണ്ട്. ഇവിടെ വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. വലിയ ഷിപ്പാണ്. ഈ ഷിപ്പിനകത്താണ് നമ്മൾ കയറ്റി അയക്കുന്നത്. ഷിപ്പിനകത്താണ് നമ്മൾ സാധനം കയറ്റിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഒരു ഷിപ്പിലാണ് നമ്മൾ സാധനം കയറ്റി അയക്കുന്നെങ്കിൽ ആ ഷിപ്പിന്റെ മെയിൻ ആളെ നമ്മൾ വിളിക്കുന്ന പേരാ ഒരു പേഴ്സൺ ഇൻചാർജ് ഉണ്ടാവും. ഓർമ്മയുണ്ട്? ഒരു പേഴ്സൺ ഇൻചാർജ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞതാ പേഴ്സൺ ഇൻചാർജ്. ഞാൻ ആ ടേബിളിനകത്ത് കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ? അതിൽ ഇവിടെ ഉണ്ട് ഒരു പേഴ്സൺ ഇൻചാർജ്. പേഴ്സൺ ഇൻചാർജ് ഉണ്ടാവും. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഇത് റോഡിലൂടെ പോവുകയാണെങ്കിൽ ഉണ്ടാവും, അതാണ് ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് വിളിക്കാം. ശരി. അല്ല, നമ്മുടെ എയറിലൂടെ പോവുകയാണെങ്കിൽ ഉണ്ടാവും, അത് നമ്മുടെ പൈലറ്റ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പേഴ്സൺ ഇൻചാർജ് നമുക്ക് വിളിക്കാം. അതുപോലെ ഷിപ്പിലും പേഴ്സൺ ഇൻചാർജ് ഉണ്ടാവും. കറക്റ്റ് അല്ലേ? അയാളാണ് ഈ ഷിപ്പിന്റെ മെയിൻ എല്ലാ പരിപാടികളും നോക്കുന്നത്. അതായത് മെയിൻലി ആ കമ്പനിയിൽ ആരാണോ അതോറിറ്റി അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് അയാളാണ് പേഴ്സൺ ഇൻചാർജ്. ഇയാൾ എന്ത് ചെയ്യും? ഒരു 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 ഡോക്യുമെന്റ്, അതായത് ഞങ്ങൾക്ക് ഇത്ര രൂപയുടെ ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്, അതിന് ഇത്ര വെയിറ്റ് ഉണ്ട്, അത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്, ഇതിന് ഇത്ര രൂപയാണ് മൂല്യം, ഇങ്ങനെയുള്ള ഗുഡ്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസും അവരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് കൊടുക്കും. ആ ഡോക്യുമെന്റ് പേരാണ് ബിൽ ഓഫ് ലാഡിംഗ്. എന്ത് വിളിക്കും? ബിൽ ഓഫ് ലാഡിംഗ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബിൽ ഓഫ് ലാഡിംഗ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബിൽ ഓഫ് ലാഡിംഗ്. ഈ ബിൽ ഓഫ് ലാഡിങ്ങിന് മൊത്തം എത്ര കോപ്പിയാണെന്ന് അറിയാം? മൊത്തം 3 കോപ്പിയാണ്. എത്ര കോപ്പിയാണ്? മൊത്തം ഒരു 3 കോപ്പിയാണ്. അയ്യോ, നമ്മുടെ പേജ് തീർന്ന. കുഴപ്പമില്ല. ബിൽ ഓഫ് ലാഡിങ്ങിന് മൊത്തം എത്ര കോപ്പിയാണ്? 3 കോപ്പി. അതിൽ ഒരു കോപ്പി ആര്? നമ്മൾ ഈ പറഞ്ഞ പേഴ്സൺ ഇൻചാർജിന്റെ കയ്യിൽ തന്നെ വെച്ചേക്കും. ബാക്കിയുള്ള 2 കോപ്പികളില്ലേ, ഈ 2 കോപ്പികളും കൂടെ ആരുടെ കൊടുക്കും? നമ്മുടെ എക്സ്പോർട്ടറിന്റെ കൊടുക്കും. ആരുടെ കൊടുക്കും? നമ്മുടെ എക്സ്പോർട്ടറിന്റെ കൊടുക്കും. എക്സ്പോർട്ടർ എന്ത് ചെയ്യും? ഒരു കോപ്പി സ്വന്തമായിട്ട് കയ്യിൽ വെച്ചിട്ട് മറ്റു കോപ്പി ആർക്ക് കൊടുക്കും? ഇമ്പോർട്ടർക്ക് കൊടുക്കും. ഇമ്പോർട്ടർക്ക് കൊടുക്കും. ഒരു കോപ്പി ആരെ തന്നെ വെച്ചേക്കും? എക്സ്പോർട്ടറിന്റെ തന്നെ വെച്ചേക്കും. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ചൈനയിൽ നിന്നൊരു സാധനം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊരു സാധനം നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കയറ്റി അയക്കാന്ന് വെച്ചോ, ഒരാളെ കണ്ടുപിടിക്കും ഈ കയറ്റി അയക്കാനുള്ള സാധനം. അയാളൊരു റെസിപ്റ്റ് നമുക്ക് തരും. അപ്പൊ നമ്മളൊരു റെസിപ്റ്റ് വെച്ചേക്കും, ഒരു റെസിപ്റ്റ് നമ്മൾ അവരുടെ കൊടുക്കും. അപ്പൊ മൊത്തം 3 കോപ്പി ഉണ്ട് ബിൽ ഓഫ് ലാഡിങ്ങിന്. ഒരെണ്ണം നമ്മുടെ ഈ പേഴ്സൺ ഇൻചാർജിന്റെ കയ്യിൽ തന്നെ വെച്ചേക്കും. കാരണം അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം, ആവശ്യം വന്നു കഴിഞ്ഞാൽ ചെക്കിംഗ് വന്നു കഴിഞ്ഞാൽ കൊടുക്കാനൊക്കെ ചെയ്യാം. ഇനി രണ്ടാമത്തെ കോപ്പി 2 കോപ്പികൾ ആരുടെ കൊടുക്കും? എക്സ്പോർട്ടറിന്റെ കൊടുക്കും. എക്സ്പോർട്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു കോപ്പി ആർക്ക് കൊടുക്കാൻ? ഇമ്പോർട്ടർക്ക്. ഇന്ത്യയിലുള്ള ഇമ്പോർട്ടർക്ക് കൊടുക്കാൻ. അപ്പൊ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടർക്ക് നമ്മളിവിടെ കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യാൻ വരുമ്പോൾ ഫസ്റ്റ് പരിപാടി ഈ ബിൽ ഓഫ് ലാഡിംഗ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റും. കാരണം ബിൽ ഓഫ് ലാഡിങ്ങിനകത്താണ് ഏത് ഷിപ്പിൽ വരുന്നു, ആരാണ് അയക്കുന്നത്, എത്ര രൂപയാണ്, എത്ര പേ ചെയ്തു, ഇനി എത്ര പേ ചെയ്യാനുണ്ട്, എത്രയാണ് അതിന്റെ വെയിറ്റ് വരുന്നത്, അതിന്റെ ഡിസ്ക്രിപ്ഷനും പ്രോഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ ബിൽ ഓഫ് ലാഡിങ്ങിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇമ്പോർട്ടർക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടി, ബിൽ ഓഫ് ലാഡിംഗ്. എന്ത് കിട്ടി? ബിൽ ഓഫ് ലാഡിംഗ് കിട്ടി. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ പഴയ ബോട്ടൊക്കെ ഞാൻ മാറ്റാൻ വരാം. അയ്യോ, ആ പഴയ ബോട്ട് പോട്ടെ. ഇനി പുതിയ ബോട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ കപ്പൽ എന്താണെന്നറിയോ? കപ്പൽ ചൈനയിൽ നിന്ന് കറങ്ങി എന്ത് ചെയ്തു? കറങ്ങി ഇതാ ഇവിടുന്ന് കപ്പലെടുത്ത് കറങ്ങി കുറേ കറങ്ങി നമ്മുടെ കേരളത്തില്, ഇതാണ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഇതാ ഇവിടെ എന്തുണ്ട്? കേരളമുണ്ട്. കേരളത്തിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ട്. എന്തുണ്ട്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ലക്ഷ്യം വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി. അപ്പൊ നമുക്ക് പറയാം, അവിടെ നിൽക്കുക. ഒരു കാര്യമുണ്ട്. ഈ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ലൈനിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ദൂരം. എത്ര നോട്ടിക്കൽ മൈല്? 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ദൂരം അല്ലെ ഈ ഒരു ടെറിട്ടോറിയൽ വാട്ടർ. ഇതാണ് നമ്മുടെ മെയിൻ കസ്റ്റംസ് ബാരിയർ എന്ന് പറഞ്ഞാൽ. ഈ കസ്റ്റംസ് ബാരിയർ താണ്ടിക്കഴിഞ്ഞാൽ അവിടെ മുതൽ എന്തായി മാറി? അത് ഇമ്പോർട്ടായി മാറി. അവിടെ മുതൽ നമ്മുടെ കസ്റ്റംസ് അതോറിറ്റിക്ക് വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സാധനം സീസ് ചെയ്തുകൊണ്ട് പോകാനോ ചെക്ക് ചെയ്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യാൻ നമ്മളോട് പറയാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എപ്പോഴാണോ കസ്റ്റംസ് ബാരിയർ കഴിയുന്നത് അപ്പോൾ അവിടെ ഇമ്പോർട്ട് സ്റ്റാർട്ടായി നമ്മൾ പഠിച്ചതാ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എപ്പോഴാണോ കസ്റ്റംസ് ബാരിയർ കഴിയുന്നത് അപ്പോൾ ഇമ്പോർട്ട് സ്റ്റാർട്ടായി നമ്മൾ പഠിച്ചതാ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ശരി. അപ്പോ നമ്മുടെ ഈ പേഴ്സൺ ഇൻചാർജ് ഏതാ? ഈ കപ്പലിന്റെ പേഴ്സൺ ഇൻചാർജ് ഇന്ത്യയിൽ എത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ ഇന്ത്യൻ കസ്റ്റംസ് കോർട്ടിൽ അറിയിക്കണം, ഞങ്ങൾ ഇന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ഇന്ന സ്ഥലത്ത് നിന്ന് ഒറിജിനുള്ള ഒരു ഷിപ്പ് വരുന്നുണ്ട്. എങ്ങോട്ടേക്ക്? നിങ്ങളുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക്, കൊച്ചിൻ പോർട്ടിലേക്ക് വരുന്നുണ്ട്. ഇത്ര ദിവസമായിരിക്കും വരുന്നത്, ഇന്ന ടൈമിലായിരിക്കും വരുന്നത്, ഇത്ര സമയം നമുക്ക് കിടക്കണം, നമ്മുടെ ഷിപ്പിന്റെ ആഴം ഇത്രയാണ്, ഇവിടെ വരുന്ന ഗുഡ്സ് ഇത്രയാണ്, ഇതിൽ ഇത്ര ഇമ്പോർട്ടേഴ്സ് ഉണ്ട്, ഇത്ര എക്സ്പോർട്ടേഴ്സ് ഉണ്ട്, ഇന്ന ഗുഡ്സ് ഇവിടെ കൊണ്ടുപോകാനുള്ളത്, ഇന്ന ഗുഡ്സ് മറ്റു രാജ്യത്ത് കൊണ്ടുപോകാനുള്ളതെന്ന് പറയുന്ന ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം. ആ ഡീറ്റെയിൽസിന്റെ പേരാണ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ്. ഓർമ്മയുണ്ടോ? നമ്മുടെ പേഴ്സൺ ഇൻചാർജ് എന്ത് ചെയ്യും? എന്ത് ഫയൽ ചെയ്യും? ഇമ്പോർട്ട് മാനിഫെസ്റ്റ്.
ഇതിന് ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്നോ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്നോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡീറ്റെയിൽസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിലെ ടേബിൾ പഠിപ്പിച്ചപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ താഴേക്ക് ടേബിളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടോ അറൈവൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം അതിനെ? ഇമ്പോർട്ട് റിപ്പോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പിടിയിട്ടോ? ശരി, ഇങ്ങനെ നേരത്തെ കൂട്ടി സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എവിടെയാ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഇന്നലെ പഠിച്ച ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്റർ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തേ. ഒരു ഷിപ്പ് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ പ്രയറായിട്ട് ആസ് പെർ റൂൾ 11 കണ്ടോ ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. പിടിയിട്ടോ? ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. ഈ റൂളാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഈ റൂളാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. അപ്പൊ നമ്മൾ എന്ത് ഫയൽ ചെയ്തു? ഒരു ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ഫയൽ ചെയ്തു. എന്ത് ഫയൽ ചെയ്തു? ഒരു ഇമ്പോർട്ട് മാനിഫെസ്റ്റ്. അതായത് ഒരു സാധനം ഇവിടെ വരുന്നുണ്ട്, ഇത്ര വെയിറ്റ് ആണ്, ഞങ്ങൾ ഷിപ്പ് വരുന്ന ഇന്ന സ്ഥലത്താണ്, ഷിപ്പിന്റെ ആഴം ഇത്രയാണ്, ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലം വേണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കിടക്കാൻ ഇത്ര സ്ഥലം വേണം, ഇത്ര ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെ കിടക്കും, ഇന്ന സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് അൺലോഡ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും. അതനുസരിച്ചിട്ട് നമ്മുടെ കസ്റ്റംസ് അതോറിറ്റി ഇതിപ്പോ ഈ സാധനം ഫയൽ ചെയ്ത കസ്റ്റംസിലേക്കാണ് ഫയൽ ചെയ്തത്, നമ്മുടെ ഇന്ത്യൻ കസ്റ്റംസിലേക്കാണ് ഫയൽ ചെയ്തത്. നമ്മുടെ ഇതൊക്കെ അല്ലേ ഇലക്ട്രോണിക്കലി നടക്കുന്നതാണ്. കസ്റ്റംസിലേക്കാണ് ഫയൽ ചെയ്തത്. അപ്പൊ നമ്മുടെ കസ്റ്റംസ് അതോറിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു സാധനം കൊടുക്കും. അതിന്റെ പേരാണ് എൻട്രി ഇൻവേർഡ്. അതായത് കേരളമാണ് മക്കളെ എന്ന് പറയുന്ന ഒരു പെർമിഷൻ കൊടുത്തു. എന്താ അതിന്റെ പേര്? എൻട്രി ഇൻവേർഡ്. എന്താ അതിന്റെ പേര്? എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്തു എന്ന് പറയും. എന്ത് ഗ്രാൻഡ് ചെയ്തു എന്ന് പറയും? എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്തു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു ഷിപ്പിന് ഇന്ത്യയുടെ ഈ പറഞ്ഞ 12 നോട്ടിക്കൽ മൈൽസ് താണ്ടാനുള്ള അധികാരമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ സാധനം നേരെ നമ്മുടെ കസ്റ്റംസ് പോർട്ടിൽ കൊണ്ട് എത്തിക്കാനായിട്ട് അധികാരമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് കസ്റ്റംസ് പോർട്ടിൽ കിടക്കാനും കസ്റ്റംസ് പോർട്ടിൽ ഈ സാധനം അൺലോഡ് ചെയ്യാനും ഒക്കെ അധികാരം, ലീഗൽ റൈറ്റ്സ് ഉള്ളൂ. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് എയറിലും. ഇവിടെ നമ്മൾ കസ്റ്റംസ് പോർട്ട് എന്ന് പറഞ്ഞു, അവിടെ എയർപോർട്ടാണ്. അപ്പൊ ഒരു ഫ്ലൈറ്റ് എയർപോർട്ടിൽ നേരത്തെ എത്തുന്നതിന് മുന്നേ തന്നെ മുൻകൂട്ടി അവർ എന്ത് ഫയൽ ചെയ്തിരിക്കും? ഈ പറഞ്ഞ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ അറൈവൽ റിപ്പോർട്ട് ഫയൽ ചെയ്യും. ഫയൽ ചെയ്തെല്ലാം ഓക്കെ ആണെങ്കിൽ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യും. എന്ത്? എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്യും. എന്താ ഗ്രാൻഡ് ചെയ്യും? എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്യും. എന്ത് ഗ്രാൻഡ് ചെയ്യും? എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്യും. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സാധനം നമ്മുടെ കസ്റ്റംസ് പോർട്ടിൽ എത്തിയില്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയോ, ഇതാണ് നമ്മുടെ കസ്റ്റംസ് പോർട്ട്, ഇതാണ് നമ്മുടെ ആക്ച്വൽ കസ്റ്റംസ് പോർട്ട്. നമ്മുടെ കസ്റ്റംസ് പോർട്ടാണ്. ഈ കസ്റ്റംസ് പോർട്ടില് ഷിപ്പ് എല്ലാം വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു റീജിയൻ ഉണ്ട്. ഇതിനെ നമുക്ക് കസ്റ്റംസ് സ്റ്റേഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കസ്റ്റംസ് സ്റ്റേഷൻ എന്ന് വിളിക്കാം. കസ്റ്റംസ് സ്റ്റേഷൻ. ഈ കസ്റ്റംസ് സ്റ്റേഷനിലൂടെയാണ് പാസഞ്ചേഴ്സ് ഇറങ്ങി പോവുകയും ബാക്കിയുള്ള ഈ പറഞ്ഞ ഗുഡ്സ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സുകളെല്ലാം വന്നതായി ഈ കസ്റ്റംസ് പോർട്ടിൽ ഇങ്ങനെ കുറേ ഗുഡ്സുകൾ വന്നിട്ട് ഇവിടെ ഇരിക്കും. കണ്ട, ഒരു ഗുഡ്സ്, 2 ഗുഡ്സ്, 3 ഗുഡ്സ്, ഇതെല്ലാം ഇവരിങ്ങനെ പ്രോപ്പറായിട്ട് കസ്റ്റംസ് പോർട്ടിൽ വെച്ചേക്കും. നമ്മുടെ കസ്റ്റംസ് പോർട്ടിൽ വെച്ചേക്കും. പിടിയോ? ഇവിടെയാണ് ആര് വരേണ്ടത്? നമ്മുടെ ഇമ്പോർട്ടർ വരേണ്ടത്. ആര് വരണം? നമ്മുടെ ഇമ്പോർട്ടർ. ഇന്ത്യയിലുള്ള ഇമ്പോർട്ടർ വരണം. ഇന്ത്യയിലുള്ള ഇമ്പോർട്ടറിന് രണ്ട് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് ഫയൽ ചെയ്യാം? ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യാം. എന്ത് ഫയൽ ചെയ്യാം? ബിൽ ഓഫ് എൻട്രി. ഈ ബിൽ ഓഫ് എൻട്രി നമുക്ക് വിളിക്കാം എക്സ്ബൗണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എക്സ്ബൗണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എക്സ്ബൗണ്ട് ബിൽ ഓഫ് എൻട്രി. എന്തിനു വേണ്ട ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന? ഒന്നുമില്ല, എക്സ്ബൗണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തിട്ട് നമ്മളിത് എന്തിനു വേണ്ടി എടുത്തുകൊണ്ട് പോകും? ഫോർ ഹോം കൺസംഷൻ. അവിടെ നമ്മൾ എന്തും പേ ചെയ്യും? എക്സ്ബൗണ്ട് ബിൽ ഓഫ് എൻട്രി പേ ചെയ്ത് ഡ്യൂട്ടിയും പേ ചെയ്യും. അങ്ങനെ ഡ്യൂട്ടി പേ ചെയ്യുന്ന എന്ത് വാല്യൂവിനായിരിക്കും ഡ്യൂട്ടി പേ ചെയ്യുന്നത്? നമ്മൾ CAF വാല്യൂവിനായിരിക്കും. CAF വാല്യൂ ഇൻറ്റു റേറ്റ്സ്, മൾട്ടിപ്പിൾ റേറ്റ്സ് ആണ്, മൾട്ടിപ്പിൾ CAF വാല്യൂ ആണ്. കറക്റ്റ് അല്ലേ? ഇതാണ് ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവ്. നമ്മൾ വരാം കസ്റ്റംസ് പോർട്ടിൽ നിന്ന് ഒരു ബിൽ ഓഫ് എൻട്രി. ആ ബിൽ ഓഫ് എൻട്രി വിളിക്കുന്ന പേരാണ് എക്സ്ബൗണ്ട് ബിൽ ഓഫ് എൻട്രി. എക്സ്ബൗണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ ഡ്യൂട്ടീസും പേ ചെയ്യണം. ഡ്യൂട്ടി നമ്മൾ എങ്ങനെ പേ ചെയ്യും? അസസബിൾ വാല്യൂവിന്റെ പുറത്ത്. അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ CAF കോസ്റ്റ്, അതുപോലെ ഇൻഷുറൻസ്, ഫ്രൈറ്റ് ഇൻറ്റു റേറ്റ്സ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച റേറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? എക്സ്ബൗണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തുകൊണ്ട് പോകും. പിടിയിട്ടിയെ? മനസ്സിലായേ? ശരി, ഇനി രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ ഈ പറഞ്ഞ ഇമ്പോർട്ടർക്കുള്ള രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ആണ്. കുറച്ചു നാളത്തേക്ക് ഈ സാധനം നമ്മുടെ കസ്റ്റം സ്റ്റേഷനിൽ തന്നെ വെക്കാം. കസ്റ്റം സ്റ്റേഷനിൽ വെക്കാൻ പറ്റത്തില്ല, കസ്റ്റം സ്റ്റേഷന്റെ വെയർഹൗസിൽ വെക്കാം. കസ്റ്റം സ്റ്റേഷന്റെ എവിടെ വെക്കാം? വെയർഹൗസിൽ വെക്കാം. അപ്പോഴും നമ്മളൊരു ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. ആ ബിൽ ഓഫ് എൻട്രിയുടെ പേരാണ് ഇൻബൗണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് വിളിക്കാം. ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിനകത്ത് പറയാനാണെങ്കിൽ കുറെ കൂടി ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷേ സിലബസിൽ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. എന്ത് ഫയൽ ചെയ്യും? ഇൻബൗണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യും. അങ്ങനെ ഇൻബൗണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗുഡ്സ് ഇല്ലേ, നമ്മുടെ ഗുഡ്സ്, അത് കസ്റ്റം സ്റ്റേഷനിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് എന്ന് പറയാം, കസ്റ്റംസിന്റെ വെയർഹൗസിലേക്ക് പോകും.
ഇതെവിടെ പോകും? കസ്റ്റംസിന്റെ വെയർ ഹൗസിലേക്ക് പോകും. കണ്ട, ഈ ഗുഡ്സുകളെല്ലാം നേരെ കസ്റ്റംസ് വെയർ ഹൗസിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം അപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് നമ്മൾ പേ ചെയ്തുകൊണ്ട് പോവുക, അത്രേ ഉള്ളൂ. അതിന് ഈ പറഞ്ഞ വെയർ ഹൗസിൽ കൊണ്ട് സാധനം വെക്കുന്നതിന് ഒരു പ്രോപ്പർ പേയ്മെന്റ് കൊടുക്കണം. ഈ വെയർ ഹൗസിന് ഒരു കസ്റ്റോഡിയൻ കാണും. ആ കസ്റ്റോഡിയൻ ആയിരിക്കും ഈ പറഞ്ഞ ഗുഡ്സിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും. അയാളായിരിക്കും ഗുഡ്സ് മൊത്തം നോക്കുന്നത്. അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണെന്നറിയോ നമ്മുടെ കസ്റ്റംസിന്റെ വെയർ ഹൗസിൽ വന്ന് കിടക്കുന്നത്. ഈ കസ്റ്റംസിന്റെ വെയർ ഹൗസിൽ വന്ന് കിടക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഡ്യൂട്ടി കൂടുതലായതുകൊണ്ടോ ഇല്ലീഗൽ ഗുഡ്സ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ കസ്റ്റംസ് പിടിച്ചിട്ട് ഇങ്ങനെയുള്ള പല റീസൺസ് കാരണം കസ്റ്റംസിന്റെ വെയർ ഹൗസിൽ കെട്ടിക്കിടക്കുന്ന സാധനം വർഷാവർഷം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടെന്യൂർ വെച്ചിട്ട് ഇവർ ലേലത്തിന് വിൽക്കും. ലേലത്തിന് വെച്ചിട്ട് ഈ സാധനങ്ങൾ വിൽക്കാറുണ്ട്. കാരണം ആരും വന്ന് ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ അവർ കുറേ കാലം കഴിയുമ്പോൾ ഇത് വിൽക്കും. അതൊന്നും നിങ്ങളിപ്പോൾ പഠിക്കണ്ട. ഞാൻ അങ്ങനെ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ പറഞ്ഞ് വിൽക്കുന്ന കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാറുണ്ട്. പല ഫോറിൻ ചോക്ലേറ്റ്സും പല സാധനങ്ങളും ഇലക്ട്രോണിക് ഐറ്റംസും ഒക്കെ പുറത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഈ കസ്റ്റംസിന്റെ വെയർ ഹൗസിൽ കിടക്കുന്നത് ഈ ആരും ക്ലെയിം ചെയ്യാതെ വരുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അവരത് വിൽക്കും. ഈ കസ്റ്റംസ് സ്റ്റേഷനിൽ കിടക്കുന്നതിന്, കസ്റ്റംസ് വെയർ ഹൗസിൽ കിടക്കുന്നതിന് നമ്മൾ വേറെ പേയ്മെന്റും കൊടുക്കണം. പിടിയിട്ടോ? നന്നായിട്ട് മനസ്സിലായോ? ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കംപ്ലീറ്റ് ഇമ്പോർട്ട് പ്രൊസീജിയർ. ഒരു സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫുൾ പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സാധനം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫുൾ പ്രൊസീജിയേഴ്സും അവിടെ നമ്മൾ ഫയൽ ചെയ്യേണ്ട ഫോമെല്ലാം എന്താണ് ഫയൽ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ശരി, എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താ? എക്സ്പോർട്ട് ചെയ്യുന്ന ഇത്ര വലിയ പ്രൊസീജിയർ ഒന്നുമില്ല, കുറേ സിമ്പിളാണ്. പേപ്പർ വർക്ക് കുറേ ചെയ്യാനുണ്ട്, പക്ഷേ പറയാനൊന്നുമില്ല, ഇത്രയില്ല. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനം എന്ത് ചെയ്യുക? കസ്റ്റം സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ വരും, അത് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്തെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എൻട്രി ഔട്ട്വേർഡ് തരും. എൻട്രി ഔട്ട്വേർഡ് പരിപാടി കഴിഞ്ഞു. അപ്പൊ എൻട്രി ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനം ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കുന്നു. കസ്റ്റംസ് ഓഫീസർ എൻട്രി ഔട്ട്വേർഡ് നമുക്ക് ഗ്രാൻഡ് ചെയ്യും. എന്ത് ഗ്രാൻഡ് ചെയ്യും? എൻട്രി ഔട്ട്വേർഡ്. ശരി, അത്രേ ഉള്ളൂ പരിപാടി. എൻട്രി ഔട്ട്വേർഡ് കാണിച്ചാൽ പിന്നെ മൊത്തം മാറ്റവരെ നോക്കേണ്ടത് ആര്? നമ്മുടെ ഈ സാധനം വാങ്ങിക്കൊണ്ട് പോകുന്ന രാജ്യത്തുള്ള ആളാണ്. ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കേണ്ടത്. പരിപാടി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർ എന്ത് മതി? FOB മതി എന്ന് പറയുന്നത്. FOB. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റംസ് പോർട്ട് വരുത്തിക്കുന്ന എല്ലാ ചെലവുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് FOBക്ക് ആയിരിക്കും നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടത്. എക്സ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്ത് എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഇരുന്നു. എക്സ്പോർട്ട് അവിടെ എൻഡ് ചെയ്തു. നമ്മുടെ ഈ പറഞ്ഞ ടെറിട്ടോറിയൽ വാട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, പരിപാടി കഴിഞ്ഞു. അപ്പോൾ എൻട്രി ഔട്ട്വേർഡിൽ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒന്നുമില്ല. എക്സ്പോർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നുമില്ല. സോ ക്ലിയർ? വെരി ക്ലിയർ? നന്നായി മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ശരി, ഇനിയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ഏത് ദിവസത്തെ എടുക്കണം. നിങ്ങൾ നോക്കി, സാധനം നമ്മൾ വാങ്ങുന്ന ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കണോ, അതോ സാധനം ഷിപ്പിൽ കയറ്റുന്ന എക്സ്ചേഞ്ച് റേറ്റ് എടുക്കണോ, അതോ ഷിപ്പിൽ ആൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന ദിവസത്തെ റേറ്റ് എടുക്കണോ, അല്ല സാധനം ഇന്ത്യയിൽ വരുമ്പോൾ ഉള്ള റേറ്റ് എടുക്കണോ, നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് എടുക്കണോ, അതോ വെയർ ഹൗസിൽ കൊണ്ടുപോകുമ്പോൾ റേറ്റ് എടുക്കണോ? കുറേ റേറ്റുകൾ ചോദിച്ചില്ലേ? അപ്പോൾ ഏത് റേറ്റ് എടുക്കണം, ഏത് ദിവസത്തെ എടുക്കണം, ഏത് ദിവസത്തെ എടുക്കണം? പിടിയോ? ഇതിൽ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുന്ന സെക്ഷൻ, ഇമ്പോർട്ടിന്റെ കാര്യം പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15. ഈ ഒരു എണ്ണത്തിന് മാത്രമല്ല, ഇമ്പോർട്ടിന്റെ കാര്യം പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15, എക്സ്പോർട്ടിന്റെ സെക്ഷനാണ് സെക്ഷൻ 16. പിടിയോ? ഈ ടേബിൾ പഠിച്ചാൽ മതി. ശരി, ആദ്യമേ നമ്മൾ പഠിക്കുന്ന ടാക്സബിൾ ഇവന്റ് ആണ്. ടാക്സബിൾ ഇവന്റ് നമുക്ക് ആദ്യം ഇമ്പോർട്ടിന്റെ കാര്യം മാത്രം സംസാരിക്കാം. ടാക്സബിൾ ഇവന്റ്, ഇമ്പോർട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇമ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇമ്പോർട്ടിന്റെ കാര്യം മാത്രം ഇപ്പോൾ തൽക്കാലം സംസാരിക്കാം. അത് കഴിഞ്ഞ് എക്സ്പോർട്ട് പറഞ്ഞാൽ. ശരി, ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പോഴാണോ ഈ ഗുഡ്സ് നമ്മുടെ കസ്റ്റംസ് ബാരിയർ താണ്ടുന്നത്? അപ്പൊ ഇമ്പോർട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞോ? ഇല്ല. എപ്പോഴാണോ നമ്മുടെ ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ ഫയൽ ചെയ്യുന്നത്, അപ്പോഴാണ് ഈ പറയുന്ന സാധനം തീരുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന എക്സ്പോർട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇമ്പോർട്ട് കംപ്ലീറ്റ് ആവുന്നത്. കറക്റ്റ് ആണോ? ശരി, ഇനി നമുക്ക് റേറ്റിന്റെ കാര്യം പറയാം. ഏത് ദിവസത്തെ റേറ്റ് ആണ് എടുക്കേണ്ടത്? ഏത് ദിവസത്തെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി, ഏത് ദിവസത്തെ റേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ശരി, റേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ദിവസം എടുക്കണമെന്ന് അറിയാം? 2 ദിവസമുണ്ട്. ഒന്ന് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ദിവസം, 2 എൻട്രി ഇൻവേർഡ് ഫയൽ ചെയ്യുന്ന ദിവസം. 2 ഡേറ്റ് ഇല്ലേ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ഷിപ്പ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ആര് ഫയൽ ചെയ്യും? നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ചിലപ്പോൾ പേഴ്സണൽ ഇൻചാർജ് ആയിരിക്കും ഫയൽ ചെയ്യുന്നത്. ഇമ്പോർട്ട് മാനിഫെസ്റ്റ് നമ്മുടെ ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി ഇൻവേർഡ് കസ്റ്റംസ് പോർട്ടുകാർ കൊടുക്കും. കസ്റ്റംസ് പോർട്ട് ഇന്ത്യയിലേക്ക് വന്നോ എന്ന് പറഞ്ഞിട്ട് എൻട്രി ഇൻവേർഡ് കൊടുക്കും. ആ ഡേറ്റ് അല്ലെങ്കിൽ ഹോം കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ഡേറ്റ്, ഇതിൽ ഏറ്റവും അവസാനം നടക്കുന്ന ഡേറ്റ് ഏതാണോ, ആ ദിവസത്തെ റേറ്റുകൾ വേണം നിങ്ങൾ എടുക്കാൻ. ആ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റും പ്രോപ്പർ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റും വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. ആ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റും ഈ കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റും വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. നന്നായിട്ട് മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? അതായത് നമുക്ക് വേണ്ട ഒരു ഡേറ്റ് ആണ്. അത് ഒന്നെങ്കിൽ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ സാധനം ഇവിടെ ഇന്ത്യയിലെത്തി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഹോം കൺസംഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ആ ദിവസം, അല്ലെങ്കിൽ എൻട്രി ഇൻവേർഡ്.
മിക്ക കേസിലും ഈ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ദിവസമായിരിക്കും. എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്താലാണ് ഷിപ്പ് ഇന്ത്യയിലേക്ക് വരിക. അന്ന് തന്നെ നമ്മളിത് ക്ലിയർ ചെയ്തുകൊണ്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തിട്ട് നേരത്തെ ഈ സാധനം കൊണ്ടുവരുന്നത്. അപ്പോൾ ബിൽ ഓഫ് എൻട്രി ഡേറ്റ് ചില സിറ്റുവേഷനിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യാം. പിടിയോ? അതാണ്. അപ്പോൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്യുന്ന ദിവസം അതിൽ വിച്ചവർ ഈസ് ലേറ്റർ അതല്ല എഴുതിയിരിക്കുന്നത്. ലേറ്റർ ഓഫ് 1 and 2. 1 എന്ന് പറഞ്ഞാൽ സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി, അടുത്തത് എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്യുന്ന ദിവസം. ശരി. എക്സ്ചേഞ്ച് റേറ്റോ? എക്സ്ചേഞ്ച് റേറ്റ് കുറേ റേറ്റുകൾ തരും. RBIയുടെ റേറ്റ്, അടുത്ത നമ്മുടെ CBICയുടെ റേറ്റ്, SBIയുടെ റേറ്റ്, ഇന്റർ ബാങ്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ റേറ്റുകൾ തരും. മെയിൻലി നമുക്ക് വേണ്ടത് CBICയുടെ റേറ്റ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ റേറ്റ്. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ റേറ്റ് ആണ് എടുക്കേണ്ടത്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ റേറ്റ് ആണ് എടുക്കുന്നത്. എന്നത്തെ റേറ്റ് അത് ഓൾറെഡി പഠിച്ചു. ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ദിവസം മെയിൻലി ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന റേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അത്രേ ഉള്ളൂ. പിടിയോ? മനസ്സിലായോ? അതായത് കസ്റ്റംസിന്റെ റേറ്റ്, നമ്മുടെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് റേറ്റ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ റേറ്റ്. ശരി. ചില ക്വസ്റ്റനിനകത്ത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ റേറ്റ് തരൂല. അങ്ങനെയാണെങ്കിൽ RBIയുടെ റേറ്റ് എടുക്കാം. എല്ലാ പ്രാവശ്യവും ഈ RBIയുടെ റേറ്റിന്റെ റെഫറൻസ് എടുത്തുകൊണ്ടാണ് നമ്മുടെ CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഒരു റേറ്റ് പറയുന്നത്. പിടിയോ? അങ്ങനെ റേറ്റ് ഇല്ലെങ്കിൽ മാത്രം RBIയുടെ എടുക്കാം. അത് ഉണ്ടാവും 99%. നിങ്ങൾക്ക് ക്വസ്റ്റനിൽ ചോദിക്കുന്നത് RBIയുടെ റേറ്റും തരും, CBICയുടെ റേറ്റും തരും. ഇതിൽ ഏത് റേറ്റ് എടുക്കും നിങ്ങൾ? CBICയുടെ റേറ്റ് എടുക്കും. അല്ലെങ്കിൽ RBIയുടെ റേറ്റ്, CBICയുടെ റേറ്റ്, സ്റ്റേറ്റ് ബാങ്കിന്റെ റേറ്റ്, ഇന്റർ ബാങ്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ റേറ്റ് തരും. ഇതിൽ നിങ്ങൾ ഏത് റേറ്റ് എടുക്കും? CBICയുടെ റേറ്റ് ആണ് നമുക്ക് വേണ്ടത്. പരിപാടി കഴിഞ്ഞു. ആ കാര്യമാണ് ഞാൻ ഇവിടെ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു സംഭവം പോലെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഓൺ ദ ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് എക്സ്പോർട്ട് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംപ്ഷൻ. ശരി, ആയിക്കോട്ടെ. ഇനി എക്സ്പോർട്ടിന്റെ കാര്യം പറയാം. എക്സ്പോർട്ടിന് ഈ പറയുന്ന നൂലാമാലകളൊന്നുമില്ല. നമ്മൾ എക്സ്പോർട്ട് സ്റ്റാർട്ട് ആവുന്നത് എപ്പോഴാണോ നമ്മൾ ഈ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ സാധനം പ്രസന്റ് ചെയ്യുന്നത്? വെൻ പ്രോപ്പർ ഓഫീസർ മേക്സ് ദ ഓർഡർ ഫോർ ആൻഡ് പെർമിറ്റിംഗ് ക്ലിയറൻസ്. അതായത് എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്യുന്നു. നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പോർട്ടിന് വേണ്ടി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് സ്റ്റാർട്ടായി. അതിനുശേഷം എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്യുന്നു. എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്ത് നമ്മളിത് പോർട്ടിൽ കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റംസ് വേറെ താണ്ടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ശരി. അപ്പോൾ ഇവിടെ ഒറ്റ സാധനമേ ഉള്ളൂ, എൻട്രി ഔട്ട്വേർഡിന്റെ ഡേറ്റിന്റെ എന്നുള്ള എന്ത് പരിപാടി. പിടിയോ? നന്നായിട്ട് മനസ്സിലായോ? ഈ എൻട്രി ഔട്ട്വേർഡ് അല്ലാണ്ട് വേറെ സാധനമുണ്ട്, ബിൽ ഓഫ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതും സെയിം ഇത് തന്നെയാണ്. ബിൽ ഓഫ് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഷിപ്മെന്റ് ബിൽ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ. ഇതിൽ താഴെ എഴുതിയിരിക്കുന്ന ഈ ഹെഡിങ് നിങ്ങൾ വെട്ടിക്കളഞ്ഞേക്കുക. അത് ഞാൻ മേലെ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്, ചുമ്മാ എഴുതിയേക്കുന്നുള്ളൂ. 16 15 അത് ഈ ടേബിളിൽ തന്നെ ഉണ്ട്. പിടിയോ? ശരി. അപ്പോൾ നമുക്ക് ഇനി ഇന്നലത്തെ ക്ലാസ്സിന്റെ ബാക്കി പഠിക്കാം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി അതിനകത്ത് ബാക്കി മൊത്തം എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ 4 പ്രോബ്ലംസ് ഉണ്ട്. 4 രണ്ടെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു, 2 നിങ്ങൾ ചെയ്യണം. 2 ഞാൻ ചെയ്യും, 2 നിങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്തത് ഇല്ലസ്ട്രേഷൻ 2 ആണ് ചെയ്തത്. ശരി. അപ്പോൾ നമുക്ക് നേരെ ഇല്ലസ്ട്രേഷൻ 3ലേക്ക് പോകാം. ശരി. ഇല്ലസ്ട്രേഷൻ 3 എന്താ പറയുന്നത്? XYZ Industries Limited, okay, has imported certain equipments from Japan. എവിടുന്നാ സാധനം വരുന്നത്? ജപ്പാന്റെ കറൻസി ഞാൻ പറഞ്ഞില്ലേ, എന്താണ്? yen. ചൈനയുടെ കറൻസി എന്നാണ് തോന്നുന്നു നേരത്തെ പറഞ്ഞു. ചൈനയുടെ കറൻസി ഏതായിരുന്നു? ജപ്പാന്റെ കറൻസിയാണ് yen. കറക്റ്റാ. അപ്പൊ ചൈനയുടെ കറൻസി എന്താ? ഞാൻ നോക്കട്ടെ. ചൈനയുടെ കറൻസി എന്താണെന്ന് അറിയണമല്ലോ. നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ചൈനീസ് കറൻസിന്റെ പേരാണ്, അതും yen. ചൈനീസ് yen എന്നാ പറയുന്നത്. അതിന്റെ സ്പെല്ലിങ്ങിന് ചെറിയ മാറ്റമുണ്ട്. YUAN ആണ് yen. ജപ്പാൻ കറൻസിയുടെ പേരും ജപ്പാൻ yen, YN. ശരി, ആയിക്കോട്ടെ, ജാപ്പനീസ് yen. ശരി. അതിന്റെ FOB തന്നിട്ടുണ്ട്. എത്രയാ? 4 ലക്ഷം yen ആണ്. ഓക്കെ, ജാപ്പനീസ് yen ആണ്. ശരി, ആയിക്കോട്ടെ. ബാക്കി അതർ എക്സ്പെൻസർ തന്നിട്ടുണ്ട്. ഓക്കെ. ഫ്രൈറ്റ് ഫ്രം ജപ്പാൻ ടു ഇന്ത്യ 40,000 yen. ജപ്പാനിൽ നിന്ന് ഇന്ത്യ വരാനുള്ള ഫ്ലൈറ്റ് തന്നിട്ടുണ്ട് 40,000 yen. ഇതെന്താ? നമ്മുടെ ആക്ച്വൽ ഫ്ലൈറ്റ് ആണ്. ശരി, പോടെ നിൽക്കട്ടെ. അടുത്ത, ഇൻഷുറൻസ് പെയ്ഡ് ടു ഇന്ത്യ ഇൻ ഇന്ത്യ. കണ്ടോ? ഇൻഷുറൻസ് പെയ്ഡ് ടു ഇന്ത്യ ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഇന്ത്യയിൽ പേ ചെയ്ത ഫ്ലൈറ്റ്. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഫ്ലൈറ്റും ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം തന്നിരിക്കുന്നത്. ശരി. ഡിസൈനിങ് ചാർജസ് ആണ് പെയ്ഡ് ടു എ കൺസൾട്ടൻസി ഫേം ഇൻ ജപ്പാൻ. ഇത് നമുക്ക് എടുക്കണം. ഇനി ഡിസൈനിങ് ചാർജസ് പെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണെങ്കിൽ പറഞ്ഞാൽ എടുക്കാൻ പാടില്ല. അടുത്ത, ഇൻഡസ്ട്രി ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ്. XYZ Industries has extended 2 lakh rupees in India for certain development activities. ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കണ്ടോ? XYZ ലിമിറ്റഡ് ഇന്ത്യയിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പേ ചെയ്തു. അപ്പൊ ഇത് ഇന്ത്യയിൽ പേ ചെയ്താൽ എടുക്കണ്ട, അവിടെ തന്നെ പേ ചെയ്താൽ എടുക്കാം. അപ്പൊ ഇതിന് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അടുത്ത, XYZ ലിമിറ്റഡ് ഹാസ് ഇൻകേർഡ് ആ റോഡ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഫ്രം മുംബൈ പോർട്ട് ഫാക്ടറി. കണ്ടോ? മുംബൈ പോർട്ടിൽ നിന്നും ഫാക്ടറിയിലേക്ക് പോകാൻ റോഡ് ട്രാൻസ്പോർട്ട് ഉണ്ടായി. ഇതിന് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഇന്ത്യൻ പോർട്ടിൽ വന്നു, കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് പേ ചെയ്തിട്ട് പിന്നെ കസ്റ്റംസ് ഒക്കെ കഴിഞ്ഞ് പേ ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന കോസ്റ്റുകളാണ്. അതിനൊന്നും ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി റിയൽ വേൾഡിൽ നമ്മൾ ഇത് ആഡ് ചെയ്തില്ല അല്ലെ. നമ്മൾ പോർട്ടിൽ വരുമ്പോൾ പറയോ, സാറേ എന്റെ പോർട്ടിൽ നിന്ന് എന്റെ ഫാക്ടറി വരെ പോകാനായിട്ട് ഒരു 50,000 രൂപ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആവും, അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും കൂടെ കസ്റ്റംസ് പേ ചെയ്യാൻ നമ്മൾ പറയൂ?
ഇല്ല. അത് ഈ പറഞ്ഞ എക്സ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇമ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന എക്സ്പെൻസ്. അപ്പോൾ അതൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടേക്കോ ഇതിനൊന്നും ആഡ് ചെയ്യരുത്. കാരണം നിങ്ങൾ ചാടി കയറി ഫാക്ടറിയിലോട്ട് പോകാനുള്ള പേയ്മെന്റ് എന്ന് പറഞ്ഞ് എഴുതി വെക്കും. ലോജിക്കലി ചിന്തിച്ചാൽ ഒരിക്കലും നിങ്ങൾ എഴുതത്തില്ല. ശരി, ഇനി അടുത്ത സാധനം ശ്രദ്ധിച്ചോ. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഈ പ്രോബ്ലം ചെയ്യാഞ്ഞത്. CBSE ഹാസ് നോട്ടിഫൈഡ് ദാറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഇസ് 1 yen is equal to 0.69 rupees. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. വേറെ ഒരു റേറ്റ് നിങ്ങൾ നോക്കണ്ട. അടുത്ത ഇന്റർ ബാങ്ക് റേറ്റ് വന്നിട്ടുണ്ട്. മൈൻഡ് ചെയ്യണോ വേണ്ട? അപ്പൊ തന്നെ വെട്ടികളഞ്ഞേക്ക്, നമുക്ക് നോക്കണ്ട. XYZ ഇൻഡസ്ട്രീസ് ഹാസ് എഫക്റ്റഡ് എ പേയ്മെന്റ് ഓഫ് ബാങ്ക് ബേസ്ഡ് ഓൺ ബാങ്ക് റേറ്റ് വന്നിട്ടുണ്ട്. ബാങ്ക് റേറ്റ് അവർക്ക് പേയ്മെന്റ് കിട്ടിയത് ഒരു യെന്നിന് 7 രൂപ വെച്ചിട്ടാ. വേണ്ട, നിങ്ങൾ അതങ്ങ് വെട്ടിയേക്ക്, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ശരി, അടുത്ത കമ്മീഷൻ പേബിൾ ടു ഏജന്റ് ഇൻ ഇന്ത്യ വാസ് 5% ഓഫ് FOB. കണ്ടോ, ഇന്ത്യയിലെ ഏജന്റിന് 5% ഓഫ് FOB നമ്മൾ പേ ചെയ്തു. ശരി, നോർമൽ കമ്മീഷൻ ആണ്, ആയിക്കോട്ടെ. ബൈയിങ് കമ്മീഷൻ ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ബൈയിങ് കമ്മീഷൻ അല്ല, നോർമൽ കമ്മീഷൻ. കുഴപ്പമില്ല, നമുക്ക് ഈ പറഞ്ഞ 5% നമുക്ക് എടുക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? എക്സ് ഫാക്ടറി പ്രൈസ് കണ്ടുപിടിക്കണം. നമ്മുടെ എക്സ് ഫാക്ടറി പ്രൈസ് തന്നിട്ടുണ്ടോ? ഇല്ല. പകരം നമുക്ക് 4 lakhs ഒരു FOB എന്നാണ് വന്നേക്കുന്നത്. ആസ് പെർ എക്സ്പോർട്ടിന്റെ FOB ആണ് വന്നേക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ആസ് പെർ എക്സ്പോർട്ടർ FOB എഴുതാം 4 lakhs. പിടിക്കോ? ഇനി ബാക്കിയുള്ള എല്ലാ ചാർജസും നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ FOB കണ്ടുപിടിക്കാം. ബാക്കിയുള്ള എല്ലാ ചാർജസും ആഡ് ചെയ്തിട്ട് നമ്മുടെ FOB കണ്ടുപിടിക്കാം. ഇവിടെ ഏതൊക്കെ ചാർജസ് നമുക്ക് എടുക്കാം? ഫ്രൈറ്റും ഇൻഷുറൻസും FOB കണ്ടുപിടിച്ചതിന് ശേഷമല്ലേ എടുക്കുക? അതായത് FOB കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫ്രൈറ്റ് ഇൻഷുറൻസ് എടുക്കുക. അപ്പൊ തൽക്കാലത്തേക്ക് അവനെ മാറ്റി നിർത്തി. ഇനി ഡിസൈനിങ് ചാർജസ് 60,000 NB ചെയ്തു, നമുക്ക് എടുക്കാം. ഡിസൈനിങ് ചാർജസ് 60,000 NB ചെയ്തു. കണ്ടോ, അത് എടുത്തേക്കുന്നുണ്ടോ? അതെടുത്തു. ഇനി അത് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് ചാർജസ് എടുത്തിട്ടില്ല, കാരണം അത് ഇന്ത്യയിൽ പേ ചെയ്തതാ. അതുപോലെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ എടുത്തില്ല, അത് അതിന്റെ ആവശ്യമില്ല, കാരണം ഇന്ത്യയിൽ വന്നതിന് ശേഷം നമ്മൾ പേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കമ്മീഷൻ കണ്ടോ, കമ്മീഷൻ FOBയുടെ 5% എന്ന് പറഞ്ഞു. FOB 4 lakh yens അല്ലേ? 4 lakhന്റെ 5% എത്രയാ? 20,000 yens. അതും ആഡ് ചെയ്തു. ഇനി വേറെ വല്ല എക്സ്പെൻസും ഉണ്ടോ? ഇല്ല, വേറെ ഒരു എക്സ്പെൻസും ഇല്ല. ഇനി ഫ്ലൈറ്റ് ഇൻഷുറൻസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് FOB ആസ് പെർ കസ്റ്റംസ് കിട്ടി. നമ്മുടെ കസ്റ്റംസ് ആക്ട് അനുസരിച്ചുള്ള FOB കിട്ടി 4,80,000 rupees. പിടിയോ? ഇതുവരെയാണ് ഈ പറഞ്ഞ ഗെൻഡിൽ നടക്കുന്ന പേയ്മെന്റ്. ബാക്കിയെല്ലാം ഇന്ത്യയിൽ നടക്കുന്ന പേയ്മെന്റാ അല്ലെ? ഈ പറഞ്ഞ ഫ്ലൈറ്റും ഇൻഷുറൻസും ഒക്കെ നമുക്ക് അതായത് കസ്റ്റംസ് പോർട്ടിൽ നിന്ന്, ജപ്പാനിലെ പോർട്ടിൽ നിന്ന് ഇന്ത്യൻ പോർട്ടിലേക്ക് വരുന്നതാ. ഇതിൽ തന്നെ ഇൻഷുറൻസ് റുപ്പീസ് നമ്മൾ പേ ചെയ്യുന്ന കണ്ടോ? ഇൻഷുറൻസ് പേ ചെയ്യുന്ന റുപ്പീസില. പിടിക്കുക. അപ്പൊ ഇവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ എമൗണ്ടും കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിൽ എഴുതാൻ കേട്ടോ. അതായത് നമുക്കിപ്പോൾ എമൗണ്ട് അറിയാമല്ലോ, ഒരു N എന്ന് പറഞ്ഞാൽ 0.69 ആണെന്ന്. അപ്പൊ വേണമെങ്കിൽ ഈ 4 lakh എഴുതുമ്പോൾ തന്നെ 4 lakhന് 0.69 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അത് റുപ്പീസിൽ എഴുതാം. ഈ 60,000 റുപ്പീസിൽ എഴുതാം, 20,000 എല്ലാത്തിനും റുപ്പീസിൽ മെൻഷൻ ചെയ്താൽ അങ്ങനെയും മതി. ഇവരിവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. 4,80,000 യെൻസിനെ 0.69 റുപ്പീസ് കൊണ്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 3,31,200 rupees എന്ന് കിട്ടി. ശരി, ഇനി എന്തുണ്ട്? ഫ്ലൈറ്റും ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ശരി, ഈ സാധനം വരുന്നത് എങ്ങനെയാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എയറിലൂടെ ആണോ ഷിപ്പിലൂടെ ആണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എയറിലൂടെ, ഷിപ്പിലൂടെ, അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെ അസ്യൂം ചെയ്യാം ഷിപ്പിലൂടെയാണെന്ന്. എങ്ങനെ അസ്യൂം ചെയ്യാം? ഷിപ്പിലൂടെയാണ്. കാരണം ഷിപ്പാണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഷിപ്പിലൂടെയാണെന്ന് വിചാരിക്കാം. ഇവിടെ 20,000 എന്നുള്ളത് 20,000 വിട്ടിട്ട് നിങ്ങൾ 10,000 എഴുതിക്കും. 10,000. കാരണം ആൻസറിൽ അവർ 20,000 വരെ 10,000 ഇട്ടാ ചെയ്തേക്കുന്നത്. ക്വസ്റ്റിനകത്ത് 20,000 എന്നുള്ളത്. അപ്പൊ ഇത് വിട്ടിട്ട് നിങ്ങൾ 10,000 എന്ന് എഴുതിക്കോ. എത്ര എഴുതിക്കോ? 10,000 rupees. ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻഷുറൻസ് എമൗണ്ട് ഡയറക്ട്ലി 10,000 എഴുതാം. 10,000 രൂപ എഴുതാം. എന്തെഴുതാം? 10,000 രൂപ എഴുതാം. ഷിപ്പിലൂടെയാണ് വരുന്നത്, പ്രത്യേകിച്ച് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ശരി, ഇനി ഫ്ലൈറ്റ് വല്ലവർ പറയുന്നുണ്ടോ? ഫ്ലൈറ്റ് പറയുന്നത് 40,000 yen എന്നല്ലേ പറയുന്നത്. ഫ്ലൈറ്റ് പേ ചെയ്യുന്നത് എത്രയാണ്? 40,000 yen ആണ്. അത് നമ്മൾ എടുത്തില്ലേ? അത് നമ്മൾ എടുത്തോ? ജപ്പാനിൽ നിന്ന് ഇന്ത്യ വരെയുള്ള ഫ്ലൈറ്റ് ഇല്ല, നമ്മൾ എടുത്തില്ല. അത് നമുക്ക് എടുക്കാം. 40,000നെ 0.69% റുപ്പീസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോൾ നമുക്ക് 27,000 കിട്ടി. പരിപാടി കഴിഞ്ഞു. പിടിയോ? നന്നായിട്ട് മനസ്സിലായി. ക്ലിയർ അല്ലേ? സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പോഴും ഇൻഷുറൻസിന്റെ ഫ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിനകത്തുണ്ട്. ഇതിന്റെ തന്നെ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 4th illustration. How shall the answer differ if the information regarding the flight and insurance are not given? ഇവിടെ അല്ലെങ്കിൽ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ഫ്ലൈറ്റ് ഇൻഷുറൻസ് ആയിട്ടുള്ള ഇവിടെ ഫ്ലൈറ്റിന്റെ ഇൻഷുറൻസിന്റെയും ഒന്നും തന്നിട്ടില്ല. അതായത് ഈ എമൗണ്ട് തന്നിട്ടില്ല. ഇവിടെ ഫ്ലൈറ്റ് 40,000 yen എന്നും 20,000 അല്ലത് 10,000 ആണേ എന്നൊന്നും തന്നിട്ടില്ലെങ്കിൽ ഒരൊറ്റ ചേഞ്ച് മാത്രം വരുത്തിയാൽ മതി. നമ്മൾ FOB കണ്ടുപിടിക്കത്തില്ലേ? FOB കണ്ടുപിടിച്ചു. എത്രയാ? 3,31,200. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ സെയിം FOB കണ്ടുപിടിച്ചു 3,31,200. അതിനുശേഷം ഈ 3,31,200ന്റെ 1.125% ഫ്ലൈറ്റും 20% എന്തും എടുക്കണം? ഫ്ലൈറ്റും എടുക്കണം. 1.15% ഇൻഷുറൻസും ഫ്ലൈറ്റ് ആയിട്ട് 20% കൺസിഡർ ചെയ്യണം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് കിട്ടും. അപ്പൊ എന്തായി? 4,01,166 rupees എന്ന് കിട്ടും. ഇതാണ് എന്ത്? അസസബിൾ വാല്യൂ. അസസബിൾ വാല്യൂ അല്ലെങ്കിൽ CIF വാല്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. CIF വാല്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പിടിയോ? ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്,
അപ്പോൾ 5, 6, 7 ഉണ്ട്. ഞാൻ 5 കൂടെ ചെയ്യാം. 6, 7 നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, സത്യം പറഞ്ഞില്ല. ഇതിൽ 5 അഡ്ജസ്റ്റ്മെന്റും കൊണ്ട് നമുക്ക് ചെയ്യാം. BSA ആൻഡ് കമ്പനി ലിമിറ്റഡ് ഹാസ് ഇമ്പോർട്ടഡ് മെഷീൻ ഫ്രം UK നിന്ന് മെഷീൻ കൊണ്ടുവന്നു. നല്ല കാര്യം. പെർട്ടിക്കുലർ ഫർണിഷിംഗ് arrive at accessible value for the purpose of custom duty. accessible value കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ശരി. FOB ഓഫ് ദ മെഷീൻ തന്നിട്ടുണ്ട്. അത് UK പൗണ്ടിലാണ് തന്നിരിക്കുന്നത്. 10,000 UK പൗണ്ടാണ്. ശരി. ഫ്രൈറ്റ്, ഇത് എയർ ഫ്രൈറ്റാ. ശ്രദ്ധിച്ചോ, ഇത് എന്ത് ഫ്രൈറ്റ് ആണ്? എയർ ഫ്രൈറ്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി സാധനം വരുന്നത് എങ്ങനെയാണ്? എയറിലൂടെയാണ് വരുന്നത്. സാധനം വരുന്നത് എങ്ങനെയാണ്? എയറിലൂടെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരും. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഒന്നും കൂടി നോക്കണേ. ഈ ഫ്രൈറ്റും ഇൻഷുറൻസും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, എയറിലൂടെയും വരാം, സീയിലൂടെയും വരാം. ഇതിൽ എയറിലൂടെ വരാണെങ്കിൽ ഫ്ലൈറ്റ് മാക്സിമം 20% വരെ എന്നാണ് റൂൾ. ഫ്ലൈറ്റ് മാക്സിമം എത്ര പെർസെൻറ്റേജ് വരെ? 20% വരെയാണ് റൂൾ. ബാക്കി ഇൻഷുറൻസും സീയിലൂടെ വരികയാണെങ്കിൽ സെയിം ആണ്. ബാക്കി താഴെയുള്ള ഇൻഷുറൻസും അതുപോലെ ഈ ഫ്ലൈറ്റ് സീയിലൂടെ വരികയാണെങ്കിലും സെയിം അല്ലേ? എന്താ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 20%, 1 to 5% കൊടുക്കുക. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എടുക്കുക. അത്രേ ഉള്ളൂ. എയറിലൂടെ വരികയാണെങ്കിലാണ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്. എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് മാക്സിമം 20% വരെ. നമുക്ക് നോക്കാം, ഇത് 20% വരെയാണോ നോക്കാം. 20%-നേക്കാൾ കൂടുതലാണെങ്കിൽ 20% ആയിരിക്കും നമ്മൾ ഫ്ലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ. അടുത്ത എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിങ് ചാർജസ് പെയ്ഡ് ടു എ ഫേം ഇൻ UK. ശരി, ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്ത ലൈസൻസ് ഫീ റിലേറ്റഡ് ടു ദ ഇമ്പോർട്ട് പേബിൾ ബൈ ദ ബയർ ആസ് എ കണ്ടീഷൻ ഓഫ് സെയിൽ. ആയിക്കോട്ടെ, ലൈസൻസ് ഫീ പേ ചെയ്യണം. 20% FOB. ശരി, അത് നമുക്ക് എടുക്കാം. 20% FOB അത് എടുക്കാനുള്ളതാണ്, ലൈസൻസ് ഫീ ആണ്. അടുത്ത മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ് സപ്ലൈഡ് ബൈ ദ ബയർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഫ്രീ ആയിട്ട് അതിനെ ആഡ് ചെയ്യണം. ശരിയാ. അടുത്ത ഇൻഷുറൻസ് പെയ്ഡ് ടു ദ ഇൻഷുറർ ഇൻ ഇന്ത്യ. ഇൻഷുറൻസ് പെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, നമ്മുടെ ഇൻഷുറൻസ് വാല്യൂ ആണ്. ഇൻഷുറൻസ് പെയ്ഡ് ടു ദ ഇൻഷുറർ ഇൻ ഇന്ത്യ. ശരി, ഇൻഷുറൻസ് ആണ്. അടുത്ത ബൈയിങ് കമ്മീഷൻ. എന്താണ് ബൈയിങ് കമ്മീഷൻ? പെയ്ഡ് ബൈ ദ ബയർ ടു ആൻ ഏജന്റ് ഇൻ UK. ബൈയിങ് കമ്മീഷൻ അല്ലേ? ഇത് എടുക്കണോ എടുക്കണ്ടേ? അതാണ് ചോദ്യം. ബൈയിങ് കമ്മീഷൻ എടുക്കണോ എടുക്കണ്ടേ? അതാണ് ചോദ്യം. ബൈയിങ് കമ്മീഷൻ എടുക്കണോ എടുക്കണ്ടേ? വേണ്ട, നമുക്കറിയാം ബൈയിങ് കമ്മീഷൻ എടുക്കേണ്ട കാര്യമില്ല. ആൻസറിലൊന്ന് നോക്കട്ടെ. ബൈയിങ് കമ്മീഷൻ എടുക്കണം, കാരണം നമ്മൾ പഠിച്ചു കമ്മീഷൻസ് എല്ലാം എടുക്കാം എക്സെപ്റ്റ് ബൈയിങ് കമ്മീഷൻ എന്നാണ് പഠിച്ചത്. അപ്പോൾ ബൈയിങ് കമ്മീഷൻ എടുക്കേണ്ട കാര്യം ഇല്ല. ഇനി ശരി, അടുത്ത റേറ്റുകൾ നോക്കാം. ഇന്റർ ബാങ്ക് എക്സ്ചേഞ്ച് റേറ്റ് ആവശ്യമുണ്ടോ? നമുക്ക് ഇല്ല, വെട്ടി. അടുത്ത CBICയുടെ റേറ്റ് തന്നിട്ടുണ്ട്. CBICയുടെ റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 70.25 ആണ് CBIC റേറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട റേറ്റ് കിട്ടി, 70.25. ഓക്കെ, കിട്ടി. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് ഈ CBICയുടെ റേറ്റ് എന്ന് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത റേറ്റ് തരാം, നമ്മൾ ഹോം കൺസംഷൻ വേണ്ടി കൊണ്ടുപോയ റേറ്റ് തരാം, മൾട്ടിപ്പിൾ റേറ്റ് തരാം. അപ്പം നിങ്ങൾ എടുക്കേണ്ട റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അത്രേ ഉള്ളൂ. അടുത്ത ഇമ്പോർട്ടഡ് പെയ്ഡ് 5,000 ആസ് എ ഡംറി ചാർജ്. അപ്പോൾ ഡംറി ചാർജും കൂടി നമ്മൾ ആഡ് ചെയ്യണം. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇവിടെ ഉള്ള ആകെ അഡ്ജസ്റ്റ്മെന്റ് ആ ഫ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ നമുക്ക് എടുക്കാം. FOB തന്നിട്ടുണ്ട്. എത്രയാണ്? 10,000 UK പൗണ്ട്. 10,000 UK പൗണ്ട് ആണ്. ശരി, അതിനകത്ത് എഞ്ചിനീയറിംഗ് ആഡ് ചെയ്യാം. എഞ്ചിനീയറിംഗ് ചാർജസ് അവർ ഡയറക്റ്റ് തന്നേക്കാണ്. എത്രയാണ്? 500 pounds. ശരി, അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന ലൈസൻസ് ഫീ ഉണ്ട്. എന്ത്? നമ്മുടെ FOBയുടെ 10,000 rupees 20%. സെയിം 10,000 rupees 20% എടുത്താൽ മതി, 2,000 രൂപ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12,500 കിട്ടി. ഇനി ഇവിടെ വെച്ച് അവർ കൺവേർട്ട് ചെയ്ത് വെക്കുക. ഇവിടെ വെച്ച് അവർ എന്ത് ചെയ്യുക? സാധനം കൺവേർട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്ന എമൗണ്ട്, നമ്മുടെ ഈ മെറ്റീരിയലിന് വേണ്ടിയിട്ട് പേ ചെയ്ത എമൗണ്ട് ഇന്ത്യൻ റുപ്പീസിലാണോ പറഞ്ഞേക്കുന്നത്? അതെ, ഇന്ത്യൻ റുപ്പീസിലാണ്ടോ? 20,000 രൂപ എന്നാണ് പറഞ്ഞേക്കുന്നത്. 20,000 രൂപ. അതുപോലെ ഇൻഷുറൻസ് 6,000 രൂപ എന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് ഈ സാധനത്തിനെ കൺവേർട്ട് ചെയ്യാം. ഇവിടെ വെച്ച് കൺവേർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് കൺവേർട്ട് ചെയ്താലും മതി. ഇപ്പോൾ തിരിച്ച് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കറൻസിയിൽ മാത്രമേ നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റൂ. ഒന്നുകിൽ UK പൗണ്ടിൽ ചെയ്തിട്ട് അവസാനം ഇന്ത്യൻ റുപ്പിയിലേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം മുതലേ UK പൗണ്ടിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിലേക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. ശരി, അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് അറിയാമല്ലോ, 70.25 ആണ്. അപ്പോൾ 12,500 നമ്മൾ 70 രൂപ 25 പൈസ കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോൾ നമുക്ക് 8,78,125 എന്ന് കിട്ടും. ശരി, അത് കഴിഞ്ഞ് മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്തു 20,000 രൂപയുടെ, അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? FOB ആസ് പെർ കസ്റ്റംസ് എന്ന് കിട്ടി. FOB ആസ് പെർ കസ്റ്റംസ് നമുക്ക് കിട്ടി. എത്ര രൂപയാ? 8,98,125 rupees. ശരി, അത് കഴിഞ്ഞ് ഫ്രൈറ്റ്. നമുക്കറിയാം എയർ ഫ്രൈറ്റ് ആണെങ്കിൽ അത് മാക്സിമം 20% പറ്റൂ. അപ്പൊ നമുക്ക് നോക്കാം. 8,98,125% ഇൻറ്റു 20% എത്രയാണ്? നിങ്ങൾ നോക്കി. 8,98,125 8,98,000 ഇൻറ്റു 20% എത്ര വരാ? ഒരു 1,79,625 വരും. 1,79,625 എന്നായിരിക്കും ആൻസർ വരാം. 1,79,625 എന്നായിരിക്കും FOB വരാം. അപ്പൊ നമ്മുടെ ഈ തന്നേക്കുന്ന FOB ഇതിനേക്കാളും കുറവാണെങ്കിൽ ആ എമൗണ്ട് എടുക്കാം, കൂടുതലാണെങ്കിൽ മാക്സിമം ഈ 1,79,625 എടുക്കാൻ പറ്റുള്ളൂ. അതാണ് അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് ഇവിടെ തന്നേക്കുന്ന FOB എത്രയാ? ക്വസ്റ്റനിൽ തന്നേക്കുന്ന FOB എത്രയാ? അല്ല,
ഫൊബിയലടാ. ഫ്രൈറ്റ് എത്രയാ? 3000 UK പൗണ്ടാ. അപ്പോൾ 3000 ഇൻറ്റു നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാ? 70.25 അല്ലടാ, 70.25 അല്ലേ എക്സ്ചേഞ്ച് റേറ്റ്? 70.25 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എമൗണ്ട് എത്ര കിട്ടുക നമുക്ക് നോക്കാം. 70.25 ഇൻറ്റു 3000 എത്ര കിട്ടിയ? 2,10,750 എമൗണ്ട് വരിക. ഈ എമൗണ്ട് ആണോ വലുത്, അതാ 1,79,000 സംതിങ് ആണോ ചെറിയ എമൗണ്ട്? ഇതിൽ 1,79,000 സംതിങ് ആണ് ചെറിയ എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ. പിടിക്കോ? അപ്പോൾ നമ്മൾ ഫ്രൈറ്റ് ആയിട്ട് ഏത് എമൗണ്ട് എടുത്തു? 1,79,625 റുപ്പീസ് നമ്മൾ എമൗണ്ട് എടുത്തു. പിടിക്കോ? അത് കഴിഞ്ഞ് ഇൻഷുറൻസ് ഡയറക്റ്റ് ആയിട്ട് 6,000 റുപ്പീസ് നമുക്ക് എടുക്കാം. തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അസസബിൾ വാല്യൂ കിട്ടി. പിടിക്കോ? ഇതാണ് നമ്മൾ ഇന്നലത്തെ ചാപ്റ്ററിൽ പെൻഡിങ് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റൻ ഉണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 400 യൂണിറ്റ് കൊണ്ടുവന്നു. ഒരു യൂണിറ്റിന് ഇത്രയാണ് പേ ചെയ്തത്. ആയിക്കോട്ടെ. ഫ്രൈറ്റ് തന്നിട്ടുണ്ട്, ഡെമറേജ് ചാർജസ് തന്നിട്ടുണ്ട്. ഡെമറേജ് ചാർജസ് നേരത്തെ ക്വസ്റ്റനിൽ ആഡ് ചെയ്തോ? ഇല്ല. കണ്ടോ? അപ്പോൾ ഇതിൽ ആൻസർ തെറ്റാണേ. തീർന്നില്ല. ഈ ക്വസ്റ്റിനകത്ത് അവർ പറയുന്നുണ്ട് ഇമ്പോർട്ടർ പേ ചെയ്തു 5,000 റുപ്പീസ് ആസ് ഡെമറേജ് ചാർജസ് ഫോർ ഡിലേ ഇൻ ക്ലിയറൻസ്. ഇത് ഡിലേ ഇൻ ക്ലിയറൻസ് ആണ്. അപ്പൊ അത് ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു റൂൾ ഉണ്ട്. ഒന്ന് വെയിറ്റ്, ഞാൻ നിങ്ങൾക്കത് നിങ്ങളുടെ നോട്ട്സിന്റെ സൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, ഇതുണ്ടോ? ഇതൊക്കെ അതായത് ഡെമറേജ് ചാർജസ് പേബിൾ ടു പോർട്ട് ട്രസ്റ്റ് അതോറിറ്റി ഫോർ ഡിലേ ഇൻ ക്ലിയറൻസ്. കണ്ടോ? നമ്മൾ ക്ലിയറൻസ് ചെയ്യാൻ താമസിച്ചത് കൊണ്ട് എക്സ്ട്രാ ഡെമറേജ് ചാർജസ് പേ ചെയ്ത് തന്നാൽ അതിനെ ആഡ് ചെയ്യണ്ട. നോർമൽ ഡെമറേജ് ചാർജസ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ തെറ്റ് കാരണം ഡിലേ വന്നു കഴിഞ്ഞാൽ ആ ഡിലേക്ക് വേണ്ടി പേ ചെയ്യുന്ന ഡെമറേജ് ചാർജസ് പിന്നെ എക്സ്പോർട്ട് ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. ആ ഡെമറേജ് ചാർജസ് ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. പിടിയോ? ഓക്കെ. പിന്നെ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഡെമറേജ് ചാർജസ്, ഇൻഷുറൻസ്, റോയൽറ്റി കണ്ടീഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി 2 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഒന്ന് ഇതും ഒന്ന് 7. ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുമില്ല അതിനകത്ത്, അതുകൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിലെ, അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിലെ ഒരു കാര്യം മാത്രമേ പഠിച്ചോളൂ. ഏതാ? നിങ്ങൾ മേലോട്ട് നോക്കി, പ്രൈമറി മെത്തേഡ് മാത്രമേ പഠിച്ചോളൂ. പ്രൈമറി മെത്തേഡ് മാത്രമേ പഠിച്ചോളൂ. അതായത് പ്രൈമറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസാക്ഷൻ വാല്യൂ ആൻഡ് അക്സസിബിൾ വാല്യൂ എന്ന് മാത്രമേ പഠിച്ചോളൂ. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, ട്രാൻസാക്ഷൻ വാല്യൂ കിട്ടിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ GST പഠിച്ച അതേ വാല്യുവേഷൻ റൂൾസ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ. ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. GST പഠിച്ച അതേ വാല്യുവേഷൻ റൂൾസ്. അതായത് നമ്മൾ പഠിച്ച എന്താ? ട്രാൻസാക്ഷൻ വാല്യൂ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാല്യൂ ഓഫ് സപ്ലൈ ഇഫ് ദ പ്രൈസ് ഇസ് സോൾഡ് കൺസിഡറേഷൻ ആൻഡ് ബയർ ആൻഡ് സെല്ലർ റിലേറ്റഡ് അല്ല എങ്കിൽ, അല്ലെ? ഇനി സപ്പോസ് ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നേരെ വാല്യൂഷൻ റൂൾസിലേക്ക് പോകണം. സെയിം, അതാണ് സെക്കൻഡറി മെത്തേഡ്. നേരെ വാല്യൂഷൻ റൂൾസിലേക്ക് പോകണം. വാല്യൂഷൻ റൂൾ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. 5 മിനിറ്റ് പോലും എടുക്കത്തില്ല, തീരും. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവിടെ ആദ്യമേ പഠിച്ചത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്നാണ് പഠിച്ചത്. ഇവിടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഒന്നുമില്ല. ഫസ്റ്റ് സാധനം ഐഡന്റിക്കൽ ഗുഡ്സ്. എന്താണ് ഐഡന്റിക്കൽ ഗുഡ്സ്? പ്രത്യേകിച്ച് വല്ലതും പറയണോ ഞാനത്? ഐഡന്റിക്കൽ ഗുഡ്സ് അതായത് നമ്മൾ അവിടെ ലൈക്ക്, കൈൻഡ് ആൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം തന്നെ ഐഡന്റിക്കൽ ഗുഡ്സ്. അടുത്തത് സിമിലർ ഗുഡ്സ്. പിടിയിട്ടോ? ശരി, നമുക്കിനി ഐഡന്റിക്കൽ ഗുഡ്സ് എന്താന്ന് നോക്കാം. ഐഡന്റിക്കൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സെയിം ഇൻ ഓൾ റെസ്പെക്ട്. ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആവാം, ക്വാണ്ടിറ്റി ആവാം, അതിന്റെ റെപ്യൂട്ടേഷൻ ആവാം, സെയിം കൺട്രിയിൽ നിന്ന് സെയിം പേഴ്സൺ തന്നെ തരാണെങ്കിൽ അതിന്റെ റേറ്റ് എത്രയായിരിക്കും? അതാണ് ഐഡന്റിക്കൽ ഗുഡ്സ്. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സാധനത്തിന്റെ വാല്യൂ നമുക്കറിയില്ല, ശരി, അതേപോലുള്ള സാധനം ഉണ്ടാവില്ലേ, അതിന്റെ റേറ്റ് എത്രയാ? അവന്റെ നാട്ടിലെ റേറ്റ് എത്രയാ? അത്ര അറിഞ്ഞാൽ മതി. പിടിക്കോ? അതായത് നമ്മളിപ്പോൾ നമ്മുടെ ബയറും സെല്ലറും റിലേറ്റഡ് പേഴ്സൺ ആണ്. അപ്പോൾ ബയറും സെല്ലറും എഗ്രി ചെയ്തിരിക്കുന്ന വാല്യൂ നമുക്ക് ഈ കസ്റ്റംസിന്റെ ഡ്യൂട്ടി കൊടുക്കാനുള്ള അസബിൾ വാല്യൂ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ അവർ തന്നെ പറയാണ് ഐഡന്റിക്കൽ ഗുഡ്സ്. അതായത് ഈ സാധനം ഒരു നോൺ റിലേറ്റഡ് പേഴ്സണിന് നോർമലി ഇയാൾ കൊടുക്കത്തില്ലേ, കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത്? ആ രൂപ. അതാണ് ഐഡന്റിക്കൽ ഗുഡ്സ്. ഇതേ സെയിം ഗുഡ്സ് മറ്റൊരാൾ കൊടുക്കുമ്പോൾ എത്ര രൂപ ഉണ്ടാവുക? അതാണ് ഐഡന്റിക്കൽ ഗുഡ്സ്. സെയിം ഗുഡ്സ്, സെയിം റെപ്യൂട്ടേഷൻ. അപ്പോൾ ഞാനൊരു കാറാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് വെച്ചോ, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ ഒരു ബ്ലഡ് റിലേഷൻ്റെ കയ്യിൽ നിന്നാണ് ഞാനത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് വെച്ചോ. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അയാൾ എനിക്ക് ചെറിയ വിലയിലേക്ക് തരുന്നത്, ആ വില അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പകരം എന്ത് ചെയ്യും? ഇതേ സെയിം കാറിന് ഇതേ സെയിം രാജ്യത്ത് സെയിൽ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് വില വരുന്നത് നോക്കും. അതാണ് എന്ത്? ഐഡന്റിക്കൽ ഗുഡ്സിന്റെ വാല്യൂ. എന്താണ്? ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഐഡന്റിക്കൽ ഗുഡ്സ്. പിടിയോ? മനസ്സിലായോ?
അത്രേ ഉള്ളൂ. ഇനി മോർ ദാൻ 1 ട്രാൻസാക്ഷൻ വാല്യൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് ഒരു ഐഡന്റിക്കൽ ഗുഡ്സിന് 2 വാല്യൂ കിട്ടുകയാണെങ്കിൽ 2 വാല്യൂ ലോവസ്റ്റ് ട്രീറ്റ് ചെയ്യാം. ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കൂല, ചുമ്മാ. ഇനി ഐഡന്റിക്കൽ ഗുഡ്സ് കിട്ടിയില്ലെങ്കിൽ നേരെ സിമിലർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാരുതി ബ്രാൻഡിലെ മാരുതി സുസുക്കി കാറിലെ ബലേനോ ഉണ്ട്. ബലേനോ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് ആണ് ബലേനോ. സെയിം ബലേനോയുടെ റേറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഹ്യുണ്ടായിലേക്ക് പോകാം. അല്ല, ഹ്യുണ്ടായി വേണ്ട, ടൊയോട്ടോയിലെ ഗ്ലാൻസ ഉണ്ട്. ടൊയോട്ടയിൽ എന്തുണ്ട്? ഗ്ലാൻസ. ഇതാണ് സിമിലർ പ്രൊഡക്റ്റ്. പിടികിട്ടിയോ? അതായത് നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് സെയിം ഈ സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കസ്റ്റംസിൽ പഠിച്ചാലടാ, അല്ല GST പഠിച്ചില്ല, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. അതാണ് ഈ പറഞ്ഞ ഐഡന്റിക്കൽ ഗുഡ്സ്. ലൈക്ക്, കൈൻഡ് ആൻഡ് ക്വാളിറ്റി. അതുപോലത്തെ സാധനം മറ്റേ മാനുഫാക്ചറുടെയോ മറ്റേ പ്രൊഡ്യൂസറുടെയോ, അത്രേ ഉള്ളൂ. കണ്ടോ? അതായത് സെയിം ആസ്പെക്റ്റിൽ, സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, സെയിം മെറ്റീരിയൽ കോമ്പൗണ്ടുള്ള, സെയിം രാജ്യത്ത് നിന്ന് വരുന്ന സെയിം പേഴ്സൺ കൊടുക്കുകയാണെങ്കിൽ ആ ഗുഡ്സിന്റെ വില എന്തായിരിക്കും? അതാണ് സിമിലർ ഗുഡ്സ്. ഞാൻ പ്രത്യേകിച്ച് വല്ലതും പറയണോ? ഇല്ല. പഠിക്കോ? അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചെന്നാ റൂൾ 4ഉം റൂൾ 5ഉം. ശരി, അത് കഴിഞ്ഞിട്ട് നേരെ റൂൾ 6ലേക്ക് പോകും. റൂൾ 6 പറയുന്നത് അറിയാമോ? റൂൾ 6 പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ 3ഉം 4ഉം 5ഉം അനുസരിച്ച് വാല്യൂ കിട്ടിയില്ലെങ്കിൽ 3 ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. 3 അല്ലടാ നമ്മൾ ഇത്രയും നേരം ആദ്യമേ പഠിച്ചത്. ഫസ്റ്റ് പഠിച്ചതാണ് വാല്യൂഷൻ റൂൾ 3, അതായത് ട്രാൻസാക്ഷൻ വാല്യൂ. ആ 3യിൽ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഐഡന്റിക്കൽ ഗുഡ്സ് പറ്റിയില്ല, അതുപോലെ സിമിലർ ഗുഡ്സ്, ഈ 3ലും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നേരെ 7ലേക്ക് പൊക്കോ, പിന്നെ പറ്റിയില്ലെങ്കിൽ 8ലേക്ക് പൊക്കോ. അതുമാത്രമല്ല, റൂൾ 6ന് ഒരു അധികാരമുണ്ട്. 7, 8 എന്നുള്ള ആ ഒരു സാധനത്തെ തിരിക്കാം. എന്ന് പറഞ്ഞാൽ 8, 7 ആക്കാം. പഠിക്കാം. അതായത് 7 നോക്കുക, 8 നോക്കുക, ചില സിറ്റുവേഷനിൽ 8 നോക്കുക, 7 നോക്കുക, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, വിട്ടേക്ക്. ഇതിൽ 7 എന്താ പറയുന്നത് അറിയാമോ? സിമ്പിളാ, ജസ്റ്റ് തിയറി പർപ്പസിന് വേണ്ടി മാത്രം പഠിച്ചാൽ മതി. എന്താ സംഭവം എന്നറിയാം? ഡിഡക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്താ ഡിഡക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ്? എന്താ സംഭവം എന്നറിയാമോ? അതായത് നമുക്ക് ഈ മെത്തേഡ് ഒന്നും അങ്ങനെ എല്ലാ സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പല സിറ്റുവേഷൻസ് അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഇല്ലേ, ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ആ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വിൽക്കൂലേ? ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ ഈ പറഞ്ഞ കസ്റ്റം ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം പേ ചെയ്തിട്ട് ഇന്ത്യയിൽ വിൽക്കുമല്ലോ. വിൽക്കുമ്പോൾ റേറ്റ് വരൂലേ? വിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് റേറ്റ് വരൂലേ? നമ്മൾ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ്, ആ സെല്ലിംഗ് പ്രൈസ് എടുക്കുക. എന്തെടുക്കുക? സെല്ലിംഗ് പ്രൈസ് എടുക്കുക. സെയിൽസ് പ്രൈസ് ഇൻ ഇന്ത്യ ഫോർ ഇമ്പോർട്ടഡ് ഐഡന്റിക്കൽ അല്ലെങ്കിൽ സിമിലർ ഗുഡ്സ്. ഇമ്പോർട്ടഡ് ഗുഡ്സിന് വിലയില്ലെങ്കിൽ ഐഡന്റിക്കൽ ഗുഡ്സ് നോക്കുക, അതും പറ്റിയില്ലെങ്കിൽ സിമിലർ ഗുഡ്സ്. ഇന്ത്യയിൽ വിൽക്കുന്ന വില എടുക്കുക, ലെസ്, അതിൽ നിന്ന് കുറയ്ക്കണം. നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കണം. ഇന്ത്യയിൽ വിൽക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ജനറൽ എക്സ്പെൻസുകൾ വരുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസുകൾ കുറയ്ക്കണം, കമ്മീഷൻ കുറയ്ക്കണം. എന്തെങ്കിലും പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാനുഫാക്ചറിങ് എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാം. അതുപോലെ എക്സ്ട്രാ ഇൻഷുറൻസ് എന്തെങ്കിലും നമ്മൾ ഇൻകർ ചെയ്യുന്ന ഇൻഷുറൻസോ വേറെ ഏതെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് അത് കുറയ്ക്കാം. അതുമാത്രമല്ല, കസ്റ്റം ഡ്യൂട്ടി എത്രയാണെന്ന് ഇപ്പൊ ഈ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ഡ്യൂട്ടി കണ്ടുപിടിക്കാം. ആ കസ്റ്റം ഡ്യൂട്ടിയും കുറച്ച് കളയുമ്പോൾ കിട്ടുന്ന വാല്യൂനാണ് ഡിഡക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് അക്സസിബിൾ വാല്യൂ. ബാക്ക് വർക്ക് ചെയ്യുക. പണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലാസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതിനോടൊപ്പം പിന്നെ നമുക്ക് വരുന്ന ചെലവുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ വിൽക്കുന്നത്. കറക്റ്റ് അല്ലേ? ഈ അക്സസിബിൾ വാല്യൂ കണ്ടുപിടിക്കും, അതിന് ടാക്സ് പേ ചെയ്യും, പിന്നെ നമുക്ക് വരുന്ന എല്ലാ ചെലവുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഒരു സെയിൽസ് പ്രൈസിന് വിൽക്കുന്നത്. ശരി, ഈ വാല്യൂ കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, സെയിൽസ് പ്രൈസ് കിട്ടുമല്ലോ, അതിനകത്ത് നീ പറഞ്ഞ പ്രോഫിറ്റ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം കുറച്ച് കളഞ്ഞിട്ട് കിട്ടുന്നതാണ് ഡിഡക്റ്റീവ് വാല്യൂ. സിമ്പിൾ ഒരു മെത്തേഡാണ്. ബാക്ക് വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? ബാക്ക് വർക്ക്. ശരി, അടുത്താണ് കമ്മ്യൂട്ടഡ് വാല്യൂ. എന്താണ് കമ്മ്യൂട്ടഡ് വാല്യൂ? ഇത് അതിനേക്കാളും രസകരം. റൂൾ 8 പറയുന്നതാണ് കമ്മ്യൂട്ടഡ് വാല്യൂ. ചില സിറ്റുവേഷനിൽ നമ്മൾ ഈ പറഞ്ഞ ഫോറിൻ എക്സ്പോർട്ടർ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരുന്നുണ്ടെങ്കിൽ, അതായത് ദിസ് മെത്തേഡ് ഇസ് നോർമലി പോസിബിൾ വെൻ ദ imported in India and the foreign exporter are closely associated and the foreign exporter is willing to give necessary cost. അതായത് ഫോറിൻ എക്സ്പോർട്ടർക്ക്, അയാൾ എക്സ്പോർട്ട് ചെയ്ത ആളില്ലേ, അയാൾക്ക് എന്ത് കോസ്റ്റ് ആണ് വന്നതെന്ന് അയാൾ മനസ്സ് തുറന്ന് നമ്മളോട് സമ്മതിച്ചു തരും. അതോടൊപ്പം അയാളുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് സമ്മതിച്ചു തരും. അതിനോടൊപ്പം നമുക്ക് നേരത്തെ പഠിച്ച റൂൾ 10 എല്ലാ ചെലവുകളും ആഡ് ചെയ്യാം. അതാണ് അക്സസിബിൾ വാല്യൂ. പിടിക്കുക. അതായത് നേരത്തെ നമ്മൾ FOB എന്ന് പറഞ്ഞിട്ട് എക്സ് ഫാക്ടറി പ്രൈസിനോടൊപ്പം ചെലവുകളെല്ലാം ആഡ് ചെയ്ത് ഒരു FOB കണ്ടുപിടിക്കും. ആ FOB നമുക്ക് അറിയാത്ത പക്ഷമാണ് ഈ മെത്തേഡ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ FOBക്ക് വരെ എന്ത് ചെയ്യണം? FOB വാല്യൂ തന്നെ, പക്ഷെ ആര് പറയണം? നമ്മുടെ എക്സ്പോർട്ടർ അയാൾക്ക് വന്ന ചെലവ്, അയാളുടെ പ്രോഫിറ്റ് എല്ലാം പറഞ്ഞു തരണം. പിന്നെ നമ്മൾ റൂൾ 10 അനുസരിച്ച് ആഡ് ചെയ്യേണ്ട കുറെ എക്സ്പെൻസുകൾ പഠിച്ചില്ലേ, ആ എക്സ്പെൻസുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അക്സസിബിൾ വാല്യൂ കിട്ടും. ഏതെങ്കിലും എക്സ്പോർട്ടർ അയാളുടെ എല്ലാ ചെലവുകളും പറഞ്ഞു തരുമോ? ചില സിറ്റുവേഷനിലൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരുപാട് ബന്ധമുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് ഇന്ത്യയായിട്ട് കുറെ ഇതൊക്കെ പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ട്, ജനറൽ സിറ്റുവേഷനൊന്നും ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരില്ല. ഇനി ഈ ഒരു മെത്തേഡ് ആപ്ലിക്കബിൾ ആയില്ലെങ്കിൽ നേരെ റൂൾ 9ലേക്ക് പോകണം. നേരെ പോകണം, റൂൾ 9ലേക്ക് പോകണം.
ഈ റൂൾ 9 ഞാൻ ഇനി പഠിപ്പിക്കൂല. ഇതിന്റെ പേരാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് അല്ലെങ്കിൽ റെസിഡുവൽ മെത്തേഡ് എന്ന് വിളിക്കാം. റെസിഡുവൽ മെത്തേഡ് ഇസ് ഓൾസോ കോൾഡ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് മെത്തേഡ് എന്ന് വിളിക്കും. ദിസ് മെത്തേഡ് ഇസ് ആപ്ലിക്കബിൾ വെൻ ഓൾ ദ അസോസിയേറ്റ് മെത്തേഡ്സ് ആർ നോട്ട് ആപ്ലിക്കബിൾ ആൻഡ് ദ വാല്യൂ ഡിറ്റർമിൻ. നമ്മൾ ഈ പറഞ്ഞ വാല്യൂ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ മാത്രമാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ കസ്റ്റംസ് ഓഫീസർ അയാൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് റൂൾസും റെഗുലേഷൻസും വെച്ചുകൊണ്ട് പറയും ഇതാണ് നിന്റെ അസസബിൾ വാല്യൂ, ഈ വാല്യൂന് നീ ടാക്സ് അടയ്ക്കാൻ പറയും. അത്രേ ഉള്ളൂ. അപ്പൊ കണ്ടോ, ബാക്കി റൂൾസ് ചടപടയും നമ്മൾ തീർന്നില്ലേ? തീർന്നു. അപ്പൊ റൂൾ 10 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റൂൾ 10 ഓൾറെഡി പഠിച്ചത്, അതായത് ഏതൊക്കെ വാല്യൂ ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് റൂൾ 10 പഠിച്ചത്. പിന്നെ വേറൊരു കാര്യം എക്സ്ട്രാ പറഞ്ഞു. ശരി, റൂൾ 11 ഡിക്ലറേഷൻ ബൈ ഇമ്പോർട്ടർ ഓൾറെഡി പഠിച്ചതല്ലേ? ശരി, എന്ത് ഇമ്പോർട്ട് മാനിഫെസ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചതാ. അടുത്ത റൂൾ 12 ആര്, നമ്മുടെ പ്രോപ്പർ ഓഫീസർക്ക് വേണമെങ്കിൽ അത് റിജക്ട് ചെയ്യാം. ശരി, റൂൾ 13 ഇന്റർപ്രറ്റീവ് നോട്ട്, നമുക്ക് വേണമെങ്കിൽ അവർ ചോദിക്കുന്ന നോട്ട്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നന്നായി മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കി നമ്മുടെ റൂള് കണ്ടോ. റൂൾ എവിടെ തുടങ്ങും? 1 തുടങ്ങും, 2 തുടങ്ങും, 3 തുടങ്ങും. ഇതിൽ 1 ഉം 2 ഇൻട്രൊഡക്ഷനും ഡെഫിനേഷനും വിട്ടു. റൂൾ 3 എന്ന് പറയുന്നത് എന്താ? ഓൾറെഡി പഠിച്ചു, ട്രാൻസാക്ഷൻ വാല്യൂ ആണ്. 4 ഇപ്പൊ പഠിച്ചു, 5 പഠിച്ചു, 6 പഠിച്ചു. 4 എന്താ പറയുന്നത്? ഐഡന്റിക്കൽ ഗുഡ്സ്. നമുക്കല്ല, ഇതേ സെയിം സാധനം അവിടെ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ എത്ര രൂപ വരുന്നത്? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ തന്നെയാണ്. നമ്മൾ GST പഠിച്ച ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, അതാണ് ഐഡന്റിക്കൽ ഗുഡ്സ്. ശരി, സിമിലർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് GST പഠിച്ച ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി എന്ന് പഠിച്ചില്ലേ? ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി, അതാണ് ഇത്. ശരി, അത് കഴിഞ്ഞ് റൂൾ 6 പറയുന്നത്. 6 പറയുന്നത് എന്താ? നേരെ 7ലേക്ക് പോക്കോ 8ലേക്ക് പോക്കോ. എന്നിട്ട് പറയുന്നത് ഈ 7 8 ചില സമയത്ത് നിങ്ങൾ 8ലേക്ക് പോകാൻ പറയും, പിന്നെ 7ലേക്ക് പോകാൻ പറയും. എന്നിട്ട് ഇവിടെ രണ്ടും പറ്റില്ലെങ്കിൽ നേരെ 9ലേക്ക് പോക്കോ എന്നാണ് പറയുന്നത്. ശരി, റൂൾ 7 പറയുന്നത് ഡിഡക്റ്റീവ് മെത്തേഡാണ്. എന്താ ഡിഡക്റ്റീവ് മെത്തേഡ്? ഇന്ത്യയിൽ വിൽക്കുന്ന വില കണ്ടുപിടിക്കുക, അതിൽ നിന്ന് പ്രോഫിറ്റും സാധനങ്ങളും എല്ലാം കുറച്ച് കളഞ്ഞിട്ട് കിട്ടുന്ന വാല്യൂ. ശരി, അടുത്ത റൂൾ 8 എക്സ്പോർട്ടർ തന്നെ എല്ലാ ഡീറ്റെയിൽസും തരണം. എക്സ്പോർട്ടർ ഇമ്പോർട്ടർ എല്ലാ ഡീറ്റെയിൽസും തരണം. ശരി, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കും. ഇതൊന്നും പറ്റില്ലെങ്കിൽ റൂൾ 9 എന്ത്, നമ്മുടെ റെസിഡുവൽ മെത്തേഡ്. അത് കഴിഞ്ഞ് റൂൾ 10 പഠിച്ചു, 11 പഠിച്ചു, 12 പഠിച്ചു, 13 പഠിച്ചു. പിടിയോ? അപ്പൊ എന്ത് ചെയ്തു? കംപ്ലീറ്റ് എന്ത് കഴിഞ്ഞു? എക്സ്പോർട്ട് കഴിഞ്ഞു. കംപ്ലീറ്റ് എക്സ്പോർട്ടിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിടിയോ? നന്നായിട്ട് മനസ്സിലായോ? ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ടിന്റെ പരിപാടി നോക്കാം. ഇമ്പോർട്ട്, എക്സ്പോർട്ടിലാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ടാ കഴിഞ്ഞത്. ഇനി അടുത്ത എന്തിനാ പരിപാടി ചെയ്യാം? എക്സ്പോർട്ട്. ഇത് ഞാൻ ഒന്നും പറഞ്ഞില്ല, തിയറി പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് എക്സ്പോർട്ട് ഗുഡ്സ്, എക്സ്പോർട്ടഡ് ഗുഡ്സ്. ഇതേ സെയിം സാധനം തന്നെയാണ് ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന, എക്സ്ട്രാ ഒരു വേർഡിങ്സ് പോലും ഇല്ല. ശരി, റൂൾ 1 ടൈറ്റിലാണ്. റൂൾ 2 ഡെഫിനിഷൻ ആണ്. റൂൾ 3 മെത്തേഡ്സ് ആണ്. ആയിക്കോട്ടെ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. ട്രാൻസാക്ഷൻ വാല്യൂ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാല്യൂ സപ്ലൈ ഇഫ്, അറിയാം. അതുപോലെ ഈ റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ റൂൾ അനുസരിച്ചിട്ട് വരുന്ന വാല്യൂ എടുക്കണം. അതാണ് പറയുന്നത് റൂൾ 3. ശരി, റൂൾ 4 എന്താ പറയുന്നത്? പഠിക്കണ്ട, കമ്പാരിസൺ ആണ്. റൂൾ 5 വാല്യുവേഷൻ്റെ വേറെ മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വെറുതെ സമയം ഉണ്ടെങ്കിൽ വായിച്ചു വെക്കോ. റൂൾ 6 നേരത്തെ എഴുതി അതേ എക്സ്പ്ലനേഷൻ എഴുതാം, റെസിഡുവൽ മെത്തേഡ്. റൂൾ 7 നമ്മൾ പറഞ്ഞ ഡിക്ലറേഷൻ. റൂൾ 8 ഡിക്ലറേഷൻ റിജക്ട് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷായി. ഈ ചാപ്റ്റർ അടുത്ത ചാപ്റ്റർ ഫിനിഷായി. നമുക്ക് നോക്കാം, നെക്സ്റ്റ് നോക്കാം. നമ്മൾ പഠിച്ചത് തന്നെയാണ്, എക്സ്ട്രാ വല്ലതും ഉണ്ടോ നോക്കാം. ഇതെല്ലാം നമ്മൾ ഇന്നലെ നോക്കിയല്ലടാ, ലാസ്റ്റ് ദിവസം നോക്കിയതാ. ഇതൊക്കെ നമ്മൾ ഇന്നലെ നോക്കിയതാണ്. എക്സ്പോർട്ടിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ടെക്സ്റ്റിൽ നോക്കാം. ഇതിൽ ഹോംവർക്ക് എന്ന ക്വസ്റ്റൻ എനിക്ക് ഹോംവർക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയക്കണം. ഓക്കെ, ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. 7 ഹോംവർക്ക് ആണ്. സിമിലർ പ്രൊഡക്റ്റ്, ഡിഡക്റ്റീവ് വാല്യൂ മെത്തേഡ്, കമ്പ്യൂട്ടഡ് റൂള്, റൂൾ 10, 11, 12. പിന്നെ എക്സ്പോർട്ടിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. റൂൾ 1, റൂൾ 2, റൂൾ 3, റൂൾ 4, റൂൾ 5, 6, 7, 8 തീർന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ ഫിനിഷായി. കഴിഞ്ഞില്ല, നമ്മൾ അടുത്ത ചാപ്റ്റർ തീർത്തിട്ടേ പോകത്തുള്ളൂ. അടുത്ത ചാപ്റ്റർ എന്താ പറയുന്നത്? ഫസ്റ്റ് റൂൾ 15 ഓൾറെഡി ഞങ്ങൾ പഠിച്ചു. റൂൾ 15 കഴിഞ്ഞാൽ റൂൾ 16 അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എവിടെ ഉണ്ടായിരുന്നു റൂൾ 16, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ശരി, അപ്പോൾ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഇലസ്ട്രേഷൻ 10 ആണ് സ്റ്റാർട്ടിങ്. 8 ഉണ്ട്, 8 തന്നെ തുടങ്ങാം. 8. Assessable value of an item imported is 2 lakh rupees. Basic custom duty is 10%. Integrated tax, അതായത് IGST is 18%. Social welfare surcharge 10%. സപ്പോസ് ഈ സോഷ്യൽ വെൽഫെയർ സർചാർജ് 10% എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മൾ എടുക്കും. ശരി, കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ കസ്റ്റം ഡ്യൂട്ടി ആൻഡ് ഇന്റഗ്രേറ്റഡ് ടാക്സ് പേയബിൾ. ഇഗ്നോർ GST കോമ്പൻസേഷൻ സെസ്. ശരി, ആയിക്കോട്ടെ. അസസബിൾ വാല്യൂ തന്നിട്ടുണ്ടോ? ഉണ്ട്, 2 ലക്ഷം രൂപ. ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഡയറക്റ്റ് എടുക്കാം. ഏറ്റവും ആദ്യം എടുക്കേണ്ട ബേസിക് കസ്റ്റം ഡ്യൂട്ടിയാണ്. എത്ര പെർസെൻറ്റേജ്? 10%. ശരി, ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് സോഷ്യൽ വെൽഫെയർ സർചാർജ് എടുക്കാൻ പറ്റുമെന്ന് പറയാം, പക്ഷെ പറ്റൂലെന്നും പറയാം.
കാരണം ടൈപ്പ് ഓഫ് ഡ്യൂട്ടി എടുത്തേ, നിങ്ങൾ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി എടുത്തേ. ഇതിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, കണ്ടോ. സോഷ്യൽ വെൽഫെയർ സർചാർജ് എടുക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത കുറെ കാര്യങ്ങളും പഠിച്ചു, ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യവും പഠിച്ചു. ചില സമയത്ത് നമുക്ക് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും വന്ന് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. സേഫ് ഗാർഡ് ഡ്യൂട്ടി വേണ്ട, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി വേണ്ട, പിന്നെ അതുപോലെ GST കോമ്പൻസേഷൻ, CVD വേണ്ട, സെസ്സും വേണ്ട, IGST വേണ്ട. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണ്ടേ? ശരി, ഇവിടെ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഇതിനെ താഴെ പറയുന്ന ഈ ക്വസ്റ്റിനകത്ത് പറയുന്നത് GST ഉണ്ട്. അപ്പൊ GST അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എന്തെടുക്കാം? സോഷ്യൽ വെൽഫെയർ സർച്ച് എടുക്കാം. എന്ത്? 10% ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ആണോ 10% ഓൺ 20,000 എന്ന് പറഞ്ഞത്. 20,000 എന്ന് പറഞ്ഞാൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 2,000 രൂപ. അപ്പൊ നമുക്ക് കിട്ടി 2,22,000 എന്ന് കിട്ടി. ശരി, ഇനി എന്താ ആഡ് ചെയ്യാം? ഇതിനോടൊപ്പം GST ആഡ് ചെയ്യാം. ശരി, ശ്രദ്ധിക്കുക, നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ കണക്ട് ചെയ്താൽ പഠിക്കാൻ. GST എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? GST എന്ന് പറയുന്ന എമൗണ്ടിനകത്ത് എപ്പോഴും എന്ത് വേണം? നമ്മുടെ ഈ പറഞ്ഞ അസസബിൾ വാല്യൂ വേണം, ബേസിക് കസ്റ്റം ഡ്യൂട്ടി വേണം, സോഷ്യൽ വെൽഫെയർ സർചാർജ് വേണം, പിന്നെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് വേണം. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല. അപ്പൊ നമുക്ക് ഈ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും കൂടെ ആഡ് ചെയ്താൽ മതി. ശരി, അപ്പൊ ആഡ് ചെയ്ത് കിട്ടിയ വിലയാണ് നമുക്ക് 2,22,000. അതിന്റെ എത്ര? 18%. എത്ര വന്നു? 39,960 എന്ന് വന്നു. ശരി, ആയിക്കോട്ടെ, നമുക്ക് വാല്യൂ കിട്ടി. എത്ര? 61,61,960 rupees. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇത്രയും ചെയ്തു വെച്ചിട്ട് ആൾക്കാർ ഒരു കിടിലം മണ്ടത്തരം ചെയ്യും. എന്താണെന്നറിയാമോ? ഈ 2 ലക്ഷം രൂപകൾ ആഡ് ചെയ്യും, എന്നിട്ട് ആൻസർ 2,61,000 എഴുതും. 2,61,000 അല്ല, 2,61,000 നമ്മളെ ഗുഡ്സിന്റെ വാല്യൂ ആ. നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എത്രയാ? നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ആയിട്ട് 20,000 രൂപ ടാക്സ് അടയ്ക്കണം. സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിട്ട് 2,000 രൂപ അടയ്ക്കണം. അതുപോലെ GST ആയിട്ട് നമ്മൾ എത്ര അടയ്ക്കണം? 39,960 രൂപ അടയ്ക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ വന്ന 61,960 രൂപ. ഇതാണ് നമ്മൾ കസ്റ്റം ഡ്യൂട്ടി ആയിട്ട് പേ ചെയ്യേണ്ടത്. അല്ലാണ്ട് 2 ലക്ഷം കൂടെ കൂട്ടി വെക്കല്ലേ. ഓക്കെ, ശരി. Question number 9. X and Co. company, okay, imported some goods from USA for being used in manufacture of it in final products. ആയിക്കോട്ടെ, ഇത് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഗുഡ്സ് നമ്മൾ USA നിന്ന് ഇമ്പോർട്ട് ചെയ്തു. ഡിറ്റർമൈൻ ദ എക്സ്പോർട്ട് എക്സ്ചേഞ്ച് റേറ്റ്, ഓക്കെ, ടു ബി കൺസിഡർഡ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി. എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ശരി, ഇവിടെ എന്തുണ്ട്? 2 എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ഏതൊക്കെ? ഒന്ന് CBICയുടെ റേറ്റും ഒന്ന് RBIയുടെ റേറ്റും. ഒന്ന് CBICയുടെ റേറ്റും ഒന്ന് RBIയുടെ റേറ്റ്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം, നമുക്ക് RBIയുടെ റേറ്റിന്റെ ആവശ്യമേ ഇല്ല. RBI റേറ്റ് ഒറ്റയടിക്കാൻ വെട്ടിക്കളഞ്ഞോ. നമുക്ക് എന്ത് മതി? RBI, CBIC അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റേറ്റ് തമ്മിൽ ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ ഓൾവേസ് ചൂസ് എന്ത്? CBIC. അപ്പൊ അതിന് ഒരു ക്ലാരിറ്റി ആയി. അപ്പൊ നമുക്ക് CBICയുടെ റേറ്റ് മതി. ഇനി എന്നത്തെ ഡേറ്റ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം, എന്നത്തെ ഡേറ്റ് നോക്കാം. നമുക്കറിയാം എന്താ? ഒന്നുകിൽ ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ഇൻവേർഡ്, വിച്ച് എവർ ഇസ് ലേറ്റർ, അവസാനം സംഭവിച്ചതാണ്. ശരി, ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റോ സബ്മിറ്റ് ചെയ്തോട്ടെ. എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡേറ്റ്. ശരി, എക്സാംകോ പ്രസന്റ് എന്ത്? ബിൽ ഓഫ് എൻട്രി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് 2 ഡേറ്റ്. ഏതൊക്കെയാണ് ഡേറ്റുകൾ? ഒന്ന് 15/10, 2 23/10. ഇതിൽ ലേറ്റർ ഏതാ? 23/10. പരിപാടി കഴിഞ്ഞു. ആൻസർ 23/10. 23/10ന്റെ റേറ്റ് എത്രയാ? 64 രൂപ 50 പൈസ. 64 രൂപ 50 പൈസ. ക്ലിയർ? വെരി ക്ലിയർ. ഓക്കെ, ശരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? അടുത്ത കുഴപ്പമില്ല, 10. കാരണം ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണം. കസ്റ്റംസ് ആകെ നിങ്ങൾക്ക് വളരെ തുച്ഛമായ മാർക്കിനെ ചോദിക്കും. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്യണം. ഈ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ മാത്രം, അതായത് ഈ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. പിടിക്കുക. അതുകൊണ്ട് നമ്മളിത് ഒന്നും മിസ് ചെയ്യരുത്, നിങ്ങൾ ചെയ്യണം. ഞാൻ ചിലപ്പോൾ മിസ് ചെയ്യും, നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻ? ഓക്കെ, മലയ ഇന്റർനാഷണൽ ലിമിറ്റഡ് ഹാസ് ഇമ്പോർട്ടഡ് എ മെഷീനറി ബൈ എയർ. എയറിലൂടെയാണ് വന്നത്. ശരി, എയറിലൂടെ വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മാക്സിമം 20%. അതാണ് റൂൾ. എയറിലൂടെ വന്ന ഫ്ലൈറ്റ് മാക്സിമം. ഇത് എയർ എന്ന് പറയുമ്പോഴേ ആലോചിക്കണം ഇത്. ഓക്കെ, ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്തേക്കുന്നത് 20/1/2024. ശരി, എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത് 25/1/2024. റെലവന്റ് ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. CF വാല്യൂ ഓഫ് മെഷീനറിയുടെ CF വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ശരി, എയർ ഫ്രൈറ്റ് പെയ്ഡ് തന്നേക്കുന്നത് 1 ലക്ഷം തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മുടെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും വരാൻ പോണം. എന്താ റൂൾ 10ന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതായിരിക്കും ഇവിടെ വരാൻ പോണത്. ശരി, ഇവിടെ CIF വാല്യൂ, അതായത് നമ്മുടെ കോസ്റ്റ് പ്ലസ് ഇൻഷുറൻസ് പ്ലസ് ഫ്രൈറ്റ്, ഇത് മൂന്നും കൂടെ ചേരുന്ന വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാ? 5,500. ഇനി തന്നേക്കുന്നത് ഫ്രൈറ്റ് മാത്രം എത്രയാ? 1,250. പിടിക്കും. അപ്പൊ ഇതിൽ നമുക്ക് ഇൻഷുറൻസ് വേണേൽ കണ്ടുപിടിക്കാം.
അത് തന്നിട്ടുണ്ട്. ഇൻഷുറൻസ് ചാർജ് ചെയ്തിരിക്കുന്ന എമൗണ്ട് തന്നിട്ടുണ്ട് 10,000. ആ അപ്പോൾ അതിനകത്ത് ഈ കോംപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല, എല്ലാം വെട്ടിക്കളഞ്ഞേക്കും. ഞാൻ വേറെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ അതിനൊന്നുമില്ല. അപ്പോൾ ഫ്രൈറ്റ് വന്നിട്ടുണ്ട് 1,250. നമ്മൾ നോക്കേണ്ടത് ഈ ഫ്രൈറ്റ് 20% ആണോ നോക്കുക. പിന്നെ ഇൻഷുറൻസ് പെയ്ഡ് തന്നിട്ടുണ്ട്, അത് നമുക്ക് അതുപോലെ എടുക്കാം. എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ആദ്യം തന്നെ ഒരു രാജ്യം RBI അങ്ങ് ഒറ്റയടിക്ക് വെട്ടിക്കളയാം, കാരണം CBIയുടെ റേറ്റ് ഉള്ളപ്പോൾ RBIയുടെ റേറ്റിന് വിലയില്ല. ശരി, പിന്നെ നമുക്കറിയാം ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്ത ദിവസം അല്ലെങ്കിൽ എൻട്രി ഇൻവേർഡ് വിച്ച് എവർ ഈസ് ലേറ്റർ. ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്തത് 20/10 എൻട്രി ഇൻവേർഡ് കിട്ടിയത് 25/1. അപ്പൊ 25/1 25/1 ഏതാ 25/1. അപ്പൊ നമുക്ക് 25/1 എൻട്രി റേറ്റ് ആണ് വേണ്ടത്. എത്ര? 67 രൂപ. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ബേസിക് കസ്റ്റം ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ അവന്റെ പേര് ദാസൻ എന്ന് പറഞ്ഞാൽ വിജയനും, മൊയ്തീൻ എന്ന് പറഞ്ഞാൽ കാഞ്ചനമലയും, ടോം എന്ന് പറഞ്ഞാൽ ജെറിയും, ജൂലിയറ്റ് എന്ന് പറഞ്ഞാൽ റോമിയോയും വരണം. അങ്ങനെയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ലൈനായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ സർചാർജും കൂടി ഇവിടെ വരുവേ, പറഞ്ഞില്ലെങ്കിലും വരുവേ. ശരി, ഈ ക്വസ്റ്റൻ ഞാൻ ചെയ്ത് കാണിക്കണോ? വേണ്ട, അതിനെ ചെയ്ത് കാണിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്ത് കാണിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ഈ ക്വസ്റ്റൻ ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യുവേ, എന്ത് കോംപ്ലിക്കേഷൻ ആണ് അവനത്തുള്ളൂ, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിൽ ലാസ്റ്റ് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൂടി ഞാൻ ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെറിയ 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 ക്വസ്റ്റ്യൻ ഒരെണ്ണമുണ്ട്, ഒരു വലിയ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതും കൂടി ഞാൻ ചെയ്യാം. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം. അതും കൂടി ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാം. Okay. Commodities imported into India from a country covered notification issued by central government under section 9A of Customs Tariff Act 1971. Okay. Accessible value for living basic custom duty എന്ന് പറഞ്ഞാൽ 6,31,250 ആണ്. ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നത് 250 kgs ആണ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 10% ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും? സോഷ്യൽ വെൽഫെയർ സർചാർജും കൂടി വരും. GST എന്നിട്ടുണ്ട് 7%. ശരി, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അടുത്ത് നോക്കാം. ആസ് പെർ നോട്ടിഫിക്കേഷൻ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി വിൽ ബി ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് കമ്മോഡിറ്റി കാൽക്കുലേറ്റഡ് ആസ് പെർ 1 kgക്ക് 50 രൂപ വെച്ച് എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ലാൻഡഡ് വാല്യൂ നമുക്കറിയാലോ, ഓൾറെഡി പഠിച്ചതാ. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് ഇന്ത്യയിൽ ഡംപ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രൈസ് കുറയും. അപ്പൊ നമ്മൾ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ എടുത്ത് കാണിച്ചു തരാം ഒന്നുകൂടി. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആയിപ്പോയി, സെക്കൻഡ് ചാപ്റ്റർ. എന്തിയാ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്താ ചെയ്യേണ്ടത്? നോർമൽ വാല്യൂ 25 പ്ലസ് എക്സ്പോർട്ട് വാല്യൂ, അതിനാണ് ലാൻഡഡ് വാല്യൂ എന്ന് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. 10 ചെയ്തില്ലേ? അതേ സെയിം കാൽക്കുലേഷൻ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. തന്നിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ദ എമൗണ്ട് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ഇത് ഓരോ ക്വസ്റ്റൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് പോരുത്. ടേബിൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൻസർ ചെയ്യുന്ന സമയത്ത് ആൻസർ എ എന്ത്? ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു ഇത്ര രൂപ, എന്നിട്ട് ബ്രാക്കിൽ വർക്കിംഗ് നോട്ട് എത്രയാന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യാം. അതുപോലെ ബി ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇത്ര രൂപ, എന്നിട്ട് വർക്കിംഗ് നോട്ട് 2. അതുപോലെ സി എന്ത്? IGST ഇത്ര രൂപ, എന്നിട്ട് ബ്രാക്കറ്റിൽ വർക്കിംഗ് നോട്ട് നമ്പർ 3 എന്ന് എഴുതണം, എന്നാലേ മാർക്ക് കിട്ടൂ. ഓക്കെ, ശരി. ഇവിടെ ബേസിക് കാൽക്കുലേഷൻസ് ആണ് തന്നേക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനായിട്ടൊന്നുമില്ല. നോക്കാം. അസസബിൾ വാല്യൂ നമുക്ക് ഡയറക്റ്റ് അവർ തന്നിട്ടുണ്ട് 6,31,000 റുപ്പീസ് സംതിങ് എന്നവർ നേരിട്ട് തന്നെ തന്നിട്ടില്ലേ? 6,31,250 തന്നിട്ടുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി കണ്ടുപിടിക്കാം. ഇതിന്റെ 10% കണ്ടുപിടിച്ചു. എന്നിട്ട് അവർ 1 ഇവിടെ ഇട്ടു. നിങ്ങൾ 1 ഇവിടെ ഇട്ടാൽ മാത്രം പോലെ താഴെ എടുത്ത് എഴുതാൻ വേണം. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഡയറക്റ്റ് എന്ത് ചെയ്യാം? സോഷ്യൽ വെൽഫെയർ സർചാർജും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ വാല്യൂ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ ലാൻഡഡ് വാല്യൂ. എന്ത് വിളിക്കാം? ലാൻഡഡ് വാല്യൂ എന്ന് നമുക്ക് വിളിക്കാം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? ഫസ്റ്റ് ക്വസ്റ്റൻ ഇതേ സെയിം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ലാൻഡഡ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആഡ് ചെയ്യാം. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പറയുന്നത് എന്താ? ഇവർ ടോട്ടൽ അറ്റ് $50 per kg. 1 kgക്ക് $50. 1 kgക്ക് എത്ര ഡോളർ? $50. 1 kgക്ക് എത്ര ഡോളർ? $50. എന്നിട്ട് $1 വില എത്രയാ? 70 രൂപ എന്നാണ് നിൽക്കുന്നത്. 1 kgക്ക് $50, $1 70 രൂപ. നമ്മുടെ കയ്യിൽ മൊത്തം എത്ര kg ഉണ്ട്? 250 kg ഉണ്ട്. എത്ര kg ഉണ്ട്? 250 kg. ശ്രദ്ധിച്ചേ, 1 kgക്ക് $50 അല്ലേ? അതെ. അപ്പൊ 250 × 50 എത്രയാ? 250 × 50 എത്ര വരും? $12,500 എന്ന് വരും. കറക്റ്റ് അല്ലേടാ? 1 kgക്ക് $50. അപ്പൊ നമ്മുടെ കയ്യിൽ മൊത്തം $250 വാങ്ങി. അപ്പോൾ 250 × 50 എത്ര വരും? $12,500 എന്ന് വരും. $1 എത്ര രൂപ ഇന്ത്യൻ എക്സ്ചേഞ്ച് റേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്? 70 രൂപ പറഞ്ഞിരിക്കുന്നത്. ഇത് ആക്ച്വൽ കസ്റ്റം ഡ്യൂട്ടി കണ്ടുപിടിക്കാനുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഒന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയുടെ എക്സ്ചേഞ്ച് റേറ്റ്. അത് ഡയറക്റ്റ് അവർ തന്നിട്ടുണ്ട്, അത് തന്നെ എടുത്താൽ മതി. 70 രൂപ. അപ്പൊ അതേ × 70 വാല്യൂ കിട്ടി 8,70,50,000 രൂപ.
8,75,000 രൂപ. ഈ സെയിം സാധനം ഇന്ത്യയിൽ വന്നപ്പോൾ ലാൻഡഡ് വാല്യൂ ആയിട്ട് എത്ര വന്നോളൂ? 7 ലക്ഷം രൂപയെ വന്നോളൂ. ഇതിന് നമുക്ക് 8 ലക്ഷത്തിലേക്ക് എത്തിക്കണം. പകരം ഇതിന് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. കണ്ടോ, 8,75,000 റുപ്പീസ് മൈനസ് നമ്മൾ കണ്ടുപിടിച്ച ലാൻഡഡ് വാല്യൂ 7,688,000. പിടിയോ? കാരണം ഇന്ത്യയിൽ ഈ സാധനം വരുമ്പോൾ അതിന്റെ വില കുറവും. കണ്ടോ, ഇന്ത്യയിൽ ഈ സാധനം വന്നപ്പോൾ വില കുറഞ്ഞു, 7 ലക്ഷം രൂപയെ ആയുള്ളൂ ഈ പറഞ്ഞ കസ്റ്റം ഡ്യൂട്ടി എല്ലാം ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഈ സാധനത്തിന്റെ വാല്യൂ നോക്കുമ്പോൾ ഇത്രയും വരും, 8,75,000 വരും. അതിന്റെ ഡിഫറൻസ് ആണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കി 7 lakhsന്റെ മൈനസ് 7,06,88 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1,74,312. ഇപ്പൊ ഈ 1,74,312 ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആയിട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും എത്ര? 8,77,050. അതായത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സെയിം വാല്യൂ. ഇതിനോടൊപ്പം എന്താ ആഡ് ചെയ്യുക? GST ആഡ് ചെയ്യുക. കാരണം GST അവസാനം ആഡ് ചെയ്യേണ്ട കാരണം എന്താ? GST അവസാനം ആഡ് ചെയ്തതിന്റെ കാരണം GSTയോടൊപ്പം നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും അതിനോടൊപ്പം സോഷ്യൽ വെൽഫെയർ സർചാർജും അതിനോടൊപ്പം ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടി ആഡ് ചെയ്യണം. ഇവിടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇല്ലേ? അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അതിനെയും കൂടെ ആഡ് ചെയ്തിട്ട് GST കണ്ടുപിടിക്കാൻ പറ്റും. പിടിയോ? ശരി. അപ്പൊ നമ്മൾ ഇതിനെയും കൂടെ ആഡ് ചെയ്ത് എന്ത് കണ്ടുപിടിച്ചു? 18% കണ്ടുപിടിച്ചു. എത്ര? 8 lakhs സംതിങ്ങിന്റെ 8,75,000 എത്ര പെർസെന്റേജ്? 18% കണ്ടുപിടിച്ചു. ഇപ്പോൾ 1,57,500 കിട്ടി. എന്നിട്ട് ടോട്ടൽ എന്ത് കണ്ടുപിടിച്ചു? കസ്റ്റം ഡ്യൂട്ടി കണ്ടുപിടിച്ചു. കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് IGST. ഇത്രയും ആഡ് ചെയ്ത എമൗണ്ട് ആണ് 4,01,250. കഴിഞ്ഞില്ലേ? ഇതിന്റെ ഒരു അത്യാവശ്യം എക്സാം ലെവലിൽ ചോദിക്കാൻ വരുന്ന ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ഇനി ബാക്കിയെല്ലാം ഇതുപോലുള്ള ചെറിയ കുഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെറിയ പൊടിക്കുള്ള സാധനങ്ങൾ വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ അറിവിന് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ക്ലാസ് എടുത്തു? 4 ക്ലാസ് എടുത്തു. ടോട്ടൽ അവേഴ്സ് പറയുകയാണെങ്കിൽ ഒരു 4-5 അവേഴ്സ് അല്ലെ, 5 മണിക്കൂറായിരിക്കും മാക്സിമം ക്ലാസ് ഉള്ളത്. 5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ കസ്റ്റംസിന്റെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കസ്റ്റംസിന് കിട്ടുക? നോക്കട്ടെ, മറന്നുപോയി. 10 മാർക്കോ 5 മാർക്കോ? ആ ഫുൾ മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. കസ്റ്റംസിന് നമുക്ക് മൊത്തം 5 മാർക്കാണ്. 5 മാർക്ക് മൊത്തം 5 10 മാർക്ക്. ആ 10 മാർക്സ് മുഴുവൻ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതോടുകൂടി ഡയറക്റ്റ് ടാക്സ് തീർന്നു, ഇൻഡയറക്റ്റ് ടാക്സ് തീർന്നു, കസ്റ്റംസ് തീർന്നു, ഫുൾ തീർന്നു. നമ്മുടെ ക്ലാസ് കാണുന്ന ഈ കൂട്ടുകാർ ചിലപ്പോൾ യൂട്യൂബിലാണ് കസ്റ്റംസിന്റെ ക്ലാസ് കാണുന്നതെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഇതേപോലെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഫുൾ പഠിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്ക്. ഈ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി, അവർ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങളെല്ലാവരും എക്സാം എഴുതണം, പാസ്സാവണം. നമ്മുടെ ക്ലാസ് എങ്ങനെയെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ അറിയിക്കണം. കൂടാതെ ക്ലാസിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ബൈ.